കോൺഗ്രസിലെ മുഖ്യമന്ത്രി പോര് ഒടുവിൽ ഒരു മല്ലയുദ്ധം പോലെ അവസാനിച്ചു. അവസാന റൗണ്ട് വരെ ഡൽഹി ബന്ധങ്ങളുടെ കരുത്തിൽ മുന്നിൽ നിൽക്കും എന്ന് കരുതിയ കെ.സി. വേണുഗോപാലിനെയും സീനിയോറിറ്റിയുടെ കണക്കുമായി കാത്തുനിന്ന രമേശ് ചെന്നിത്തലയെയും രാഷ്ട്രീയമായി മലർത്തിയടിച്ചാണ് വി.ഡി. സതീശൻ കസേരയിലെത്തിയത്. ഹൈക്കമാൻഡിന്റെ വിശ്വസ്തനായ നേതാവെന്ന ഇമേജോടെയായിരുന്നു കെ.സി. ഇറങ്ങിയത്. ഡൽഹി തീരുമാനിച്ചാൽ കളി തീരും എന്ന ആത്മവിശ്വാസവും ക്യാമ്പിനുണ്ടായിരുന്നു. പക്ഷേ കേരള രാഷ്ട്രീയത്തിന്റെ യാഥാർത്ഥ്യം അവസാന നിമിഷം കണക്ക് മറിച്ചു. ജനങ്ങൾക്കിടയിൽ സ്വീകാര്യതയുള്ള നേതാവാണ് വേണ്ടത് എന്ന മുസ്ലിം ലീഗിന്റെ കടുത്ത നിലപാട് കെ.സിയുടെ മുന്നേറ്റത്തിന് വലിയ ചെക്കായി മാറി. എം.എൽ.എമാർ പിന്നിൽ നിന്ന് കുത്തിയിട്ടും ഘടകകക്ഷികൾ സതീശനെ തുണച്ചു. എ.കെ. ആന്റണിയുടെ ഉപദേശം ഹൈക്കമാൻഡിന് തള്ളിക്കളയാനായില്ല. സതീശനെ വെട്ടാനിറങ്ങിയ എൻ.എസ്.എസിനും ഹൈക്കമാൻഡ് ചെവി കൊടുത്തില്ല. സമവായ ഫോർമുലയിലൂടെ അവസാന നിമിഷം കസേര പിടിക്കാമെന്ന രമേശ് ചെന്നിത്തലയുടെ പ്രതീക്ഷയും പൊളിഞ്ഞു. അണികളുടെ ആവേശം, പ്രതിപക്ഷ രാഷ്ട്രീയത്തിലെ ആക്രമണ മുഖം, യു.ഡി.എഫിനുള്ളിലെ സ്വീകാര്യത എല്ലാം ചേർന്നപ്പോൾ വി.ഡി. സതീശൻ മത്സരത്തിന്റെ അവസാന ഘട്ടത്തിൽ വമ്പൻ തിരിച്ചുവരവ് നടത്തി. എൽ.ഡി.എഫിനെ തോൽപ്പിക്കുന്നതിനേക്കാൾ കഠിനമായ പരീക്ഷണം അതിജീവിച്ച് വി.ഡി. മുഖ്യമന്ത്രി കസേരയിൽ എത്തുമ്പോൾ പതുങ്ങിയിരിക്കുന്ന മുറിവേറ്റവരോ മുഖ്യശത്രുക്കൾ. ശ്രീ ജി വി ഹരി, ഇപ്പോൾ രണ്ട് പക്ഷങ്ങൾക്ക് മുറിവേറ്റിട്ടുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷെ ഒറ്റ കാര്യം കൊണ്ട് ഒരൊറ്റ വാചകത്തിൽ ഇതെല്ലാം അവസാനിപ്പിക്കും. ഹൈക്കമാൻഡ് ഒരു തീരുമാനമെടുത്താൽ എല്ലാവരും ഒറ്റക്കെട്ടായി തന്നെ അതിനെ സ്വാഗതം ചെയ്യുമെന്ന്, വാക്കിൽ സ്വാഗതം ചെയ്യുമായിരിക്കും. പക്ഷെ പ്രവൃത്തിയിൽ അങ്ങനെ ആകണമെന്ന് നിർബന്ധമില്ല. എന്താണ് കെ.സി. വേണുഗോപാലിന് പറ്റിയ തിരിച്ചടി ഇക്കാര്യത്തിൽ? അദ്ദേഹം മുഖ്യമന്ത്രിയാകാൻ ആഗ്രഹിച്ചു പോയി, പക്ഷേ അവസാന നിമിഷം വരെ പൊരുതാനും അദ്ദേഹത്തിന് സാധിച്ചു. പക്ഷേ അവസാന നിമിഷം എന്ത് സംഭവിച്ചു? നോക്കൂ, ഈ മൂന്ന് നേതാക്കന്മാരും, നിങ്ങൾ പറയുന്ന ഈ മൂന്ന് നേതാക്കന്മാരും പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം ഞാൻ ആവർത്തിക്കുകയാണ്. അവർ മൂന്ന് പേരും പറഞ്ഞത് ഇങ്ങനെയൊക്കെ ഒരു താല്പര്യം അവർക്കുണ്ട് എങ്കിൽ പോലും, അവർക്കുണ്ടെന്ന് ഞാൻ പറയുമ്പോൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, എം.എൽ.എമാരാണ്. ഈ 63 പേരിൽ ബഹുഭൂരിപക്ഷം ആളുകളും നിങ്ങൾക്കറിയാവുന്നതുപോലെ ഏറ്റവും കൂടുതൽ പിന്തുണ നൽകിയത് ശ്രീ കെ.സി. വേണുഗോപാലിനായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും എന്നിട്ട് പോലും അവർ മൂന്ന് പേരും പറഞ്ഞത് ഹൈക്കമാൻഡ് എന്താണോ അവസാനം തീരുമാനിക്കുന്നത് അത് പൂർണ്ണമായിട്ടും മൂന്ന് പേരും അംഗീകരിക്കുന്നുള്ളതാണ്. ഒരു ക്ലീഷയാണ്, എപ്പോഴും പറഞ്ഞു പഴകിയ ഒരു പല്ലവിയാണ്. അല്ല, അത് യാഥാർത്ഥ്യമാണ്. നിങ്ങൾ ക്ലീഷേ എന്ന് പറയുന്നു, യാഥാർത്ഥ്യം അതാണ്. ഇന്ന് നമ്മൾ കണ്ടതും അതാണ്. അതുകൊണ്ടാണ് ഇന്ന് ശ്രീ കെ.സി. വേണുഗോപാൽ തന്നെ മാധ്യമങ്ങളുടെ മുമ്പിൽ പറഞ്ഞിട്ടുണ്ട്, ഇവിടെ ഇന്നത്തെ ചർച്ചകൾക്ക് ശേഷം വളരെ 10 ദിവസം നീണ്ടു നിന്നിട്ടുള്ള ചർച്ചകളാണ്, സ്വാഭാവികമായിട്ടുള്ള ചർച്ചകളാണ്, ഞങ്ങൾക്കിത് ഭയങ്കരമായി കൂടിപ്പോയി എന്നുള്ളൊരു അഭിപ്രായമൊന്നുമില്ല. അപ്പോൾ അത് നോക്കിക്കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലാവുന്നൊരു പ്രധാനപ്പെട്ട കാര്യം, അദ്ദേഹം പറഞ്ഞു തീരുമാനം ഹൈക്കമാൻഡിൻ്റെതാണ്. ഹൈക്കമാൻഡ് തീരുമാനം പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ശ്രീ വി.ഡി. സതീശനെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി തീരുമാനിച്ചിരിക്കുന്നു. ഞാൻ അദ്ദേഹത്തിന് എല്ലാ പിന്തുണയും കൊടുക്കുന്നു എന്ന് പറഞ്ഞു. അതോടൊപ്പം തന്നെ ശ്രീ രമേശ് ചെന്നിത്തലയും അദ്ദേഹത്തിനുള്ള പിന്തുണ അദ്ദേഹം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായും ഇവിടെ ഒരു അനാവശ്യമായ ഒരു തർക്കത്തിന് വഴിവെക്കുകയായിരുന്നു കെ.സി. വേണുഗോപാൽ. കാരണം ഇതിന്റെ ആവശ്യമുണ്ടായിരുന്നില്ല. ഇത് പരാജയത്തിലേ കലാശിക്കുകയുള്ളൂ എന്ന് മുൻകൂട്ടി കാണാനുള്ള ശേഷി അദ്ദേഹത്തിന് ഇല്ല എന്നാണോ? കാരണം ഒരുപാട് പ്രതികൂല ഘടകങ്ങൾ ഉണ്ടായിരുന്നു. അദ്ദേഹം തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിരുന്നില്ല എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമായിരുന്നു. 2 ഉപതെരഞ്ഞെടുപ്പുകൾ വിളിച്ചു വരുത്തും എന്നുള്ളത് ഒരു പ്രതികൂല ഘടകമായിരുന്നു. ഇതൊന്നും മുൻകൂട്ടി കാണാതെ അദ്ദേഹം മുഖ്യമന്ത്രിയായേ തീരൂ എന്നുള്ള ലക്ഷ്യത്തിൽ ചാടി പുറപ്പെട്ടതാണ് ഈ പ്രശ്നങ്ങൾക്കെല്ലാം വഴിവെച്ചത്. അതുകൊണ്ട് എന്തുണ്ടായി? അണികൾക്കിടയിൽ ഒരു ഭിന്നതയുണ്ടായി, പക്ഷങ്ങൾ തിരിഞ്ഞു. അല്ല, ഇതിനകത്ത് അത് ഈ മാധ്യമങ്ങളുടെ ഒരു വെർഷനാണ് താങ്കൾ പറയുന്നത്. ഇതിനകത്ത് ഞങ്ങൾ പറഞ്ഞല്ലോ, അദ്ദേഹത്തെ മനഃപൂർവ്വമായി കുറേ കാലമായി, ഇപ്പോഴത് മാത്രമല്ല, ശ്രീ കെ.സി. വേണുഗോപാലിനെ വളഞ്ഞിട്ട് ആക്രമിക്കുക എന്ന് പറയുന്നത് ഒരു തന്ത്രമായി പല ആളുകളും സ്വീകരിച്ചിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ മഞ്ജുഷ് അടക്കമുള്ള ആളുകൾ വീണ്ടും അത് തന്നെ ആക്രമിച്ചു. അല്ല, അതാണ് ഞാൻ പറഞ്ഞത്. പല കാര്യങ്ങളുണ്ടാവാം അതിൻ്റെ പിന്നിൽ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് അങ്ങനൊരു സാഹചര്യം, അത്തരത്തിലൊരു ഈ ഒരു ഇഷ്യൂ തന്നെ ഡെവലപ്പ് ചെയ്ത് വരാനുള്ള പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ ഒരു ഇഷ്യൂ ആയി നിങ്ങൾ പറയുന്നതുകൊണ്ടാണ് ഞാൻ ഇഷ്യൂ എന്ന് പറയുന്നത്. ഡെവലപ്പ് ചെയ്യാനുള്ള കാരണം അത് അസാധാരണമായിട്ടുള്ള ഒരു സംഭവം ഉണ്ടാകുന്നു. അതായത് 63 പേർ ചേർന്നിട്ടുള്ള യോഗത്തിൽ 49 പേർ, നിങ്ങൾ റിപ്പോർട്ട് ചെയ്തതനുസരിച്ച് 49 പേർ അദ്ദേഹത്തെ CLP ലീഡറായി തിരഞ്ഞെടുക്കണം എന്ന് ആവശ്യപ്പെടുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും തിരഞ്ഞെടുക്കപ്പെട്ട് വരുന്ന എം.എൽ.എമാർ അത്തരത്തിലൊരു ആവശ്യം വരുമ്പോൾ അത് ചർച്ചയ്ക്കെടുക്കണ്ടേ? അപ്പോൾ ചർച്ചയ്ക്കെടുക്കണം. അത് അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടാണ് നിങ്ങൾ പറയുന്നതിനകത്ത് ഒരു യാഥാർത്ഥ്യവുമില്ല. അദ്ദേഹം ഈ ഇത്തരത്തിൽ ഞാൻ ചോദിക്കട്ടെ, മഞ്ജുഷ് അറിയാമോ അദ്ദേഹം ഏതെങ്കിലും എം.എൽ.എമാരെ നേരിട്ട് വിളിച്ചിട്ട് എൻ്റെ പേര് പറയണമെന്ന് പറഞ്ഞതായിട്ട് മഞ്ജുഷിന് അറിയാമോ?
മഞ്ജുഷ അറിയാമെങ്കിൽ പറയൂ. എനിക്കറിയാം അദ്ദേഹം ഇങ്ങനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് അല്ലാതെ പറയാതെ അല്ല പറയാതെ അല്ല പറയാൻ അറിയാമെന്നാണ് ചോദിക്കുന്നത്. എല്ലാവരും കേൾക്കുകയാണോ? എനിക്കറിയില്ല. അങ്ങനെയല്ല. ഈ 63 പേരിൽ നിങ്ങൾ പറഞ്ഞനുസരിച്ച് 63 പേരിൽ 49 പേരുടെ പേരുകൾ നിങ്ങൾ പറഞ്ഞു. ഈ 40 കോൺഗ്രസിന്റെ നിയമസഭാ കക്ഷി യോഗം അവസാനിച്ചു, മടങ്ങുകയാണ്. നിയുക്ത മുഖ്യമന്ത്രിയും MLA-മാരും മടങ്ങുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത്. VD സതീശനെ നിയമസഭാ കക്ഷി നേതാവായി MLA-മാർ തെരഞ്ഞെടുത്തു. നിയമസഭാ കക്ഷി യോഗം അവസാനിച്ചു. ഇനി അടുത്ത നടപടിക്രമം എന്ന് പറയുന്നത് ലോക് ഭവനിലെത്തി ഗവർണറെ കണ്ട് സർക്കാർ രൂപീകരിക്കുന്നതിനുള്ള അവകാശവാദം ഉന്നയിക്കലാണ്. അതാണ് അടുത്ത നടപടി. അതിലേക്ക് കടക്കുകയാണ്. ലോക് ഭവനിലേക്ക് അല്പസമയത്തിനകം VD സതീശൻ എത്തും. ശരി, ഹരി. അതുകൊണ്ട് അത്തരത്തിലൊരു സംഭവം, അസാധാരണമായ ഒരു സംഭവം ഇവിടെ ഉണ്ടായിട്ടുള്ളതാണ്. അപ്പം അത് ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല. ഇപ്പോൾ കോൺഗ്രസ് പാർട്ടിയുടെ ചരിത്രത്തിൽ അത്തരത്തിലൊരു സംഭവം ഉണ്ടായിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് മത്സരിച്ച് വരുന്ന MLA-മാരിൽ ആരെങ്കിലും ഒരാളെ ആയിരിക്കും ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം ഉണ്ടാവും. അത് പല സംസ്ഥാനങ്ങളിൽ പരിശോധിച്ചു നോക്കി. ഞാനത് പരിശോധിച്ച് നോക്കി. അത് എല്ലാ സംസ്ഥാനങ്ങളിലും മത്സരിച്ച് വന്ന MLA-മാരുടെ നിന്നാണ് CLP ലീഡറെ തിരഞ്ഞെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അതിന് ശ്രീ KC വേണുഗോപാലിനെ കുറ്റപ്പെടുത്തുന്നതിനോട് എനിക്ക് യോജിക്കാൻ കഴിയില്ല. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക, ഇന്ന് ഇത് രാവിലത്തോടുകൂടി 12 മണിയോടുകൂടി ഈ പ്രശ്നം പൂർണ്ണമായി പരിഹരിക്കപ്പെട്ട് കഴിഞ്ഞു. കാരണം ഒരിക്കൽ ഒരു പ്രഖ്യാപനം വന്നു കഴിഞ്ഞാൽ, ഞങ്ങളുടെ ഒരു സമീപനം അങ്ങനെയാണ്, സ്ഥാനാർത്ഥി നിർണയത്തിൽ ഒരുപാട് തർക്കങ്ങളുണ്ടാവും. ഒരിക്കൽ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ പിന്നെ അവിടെ എല്ലാവരും ഒത്തൊരുമിച്ച് പ്രവർത്തിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഇതിനുള്ള എല്ലാ ചരിത്രവും പരിശോധിച്ച് നോക്കുക. തർക്കങ്ങൾക്ക് സ്വാഭാവികമായിട്ടുണ്ടാവും. ജനാധിപത്യ പാർട്ടിയാവുമ്പോൾ തർക്കങ്ങളുണ്ടാവും, അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാവും. അതൊക്കെ ഒരു കൺസെൻസിലേക്ക് എത്തിക്കൊണ്ട് അത് നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നീട് അവിടെ തർക്കമില്ല. പിന്നെ വരാൻ പോകുന്ന പൊട്ടിത്തെറി ഉണ്ടാവില്ല. അടുത്ത് വരാൻ പോകുന്ന 5 വർഷം, നേരത്തെ ഷാക്കിർ സൂചിപ്പിച്ചതുപോലെ നമ്മൾ ടീം UDF ആയിട്ടാണ് ഇത്തവണ തെരഞ്ഞെടുപ്പിനെ നേരിട്ടുള്ളത്. അതിൻ്റെ വിജയമാണ് ഈ 102 സീറ്റുകൾ എന്ന് പറയുന്നത്. കേരളത്തിലെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ സ്വപ്നം കാണുന്ന തരത്തിലുള്ള ഒരു ഭരണമായിരിക്കും വരാൻ പോകുന്ന 5 വർഷവും ഉണ്ടാവുക. എല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള ഒരു ഭരണമായിരിക്കും ഉണ്ടായില്ലെങ്കിൽ ജനങ്ങൾ നിങ്ങളോട് ചോദിക്കും. കാരണം അത്ര വലിയ മാൻഡേറ്റ് ആണ് നൽകിയിരിക്കുന്നത്. അത് മനസ്സിലാക്കുവാനുള്ള പക്വത ഇല്ലാത്തവരാണ് നേതാക്കൾ എന്ന് ഈ 11 ദിവസം കൊണ്ട് തെളിയിച്ചു. ഇനി ആവർത്തിച്ചാൽ ജനം കൈവിടും. ഒരു മീഡിയയുടെയും പ്രശ്നമല്ല അത്. ശ്രീ ഡോക്ടർ GV ഹരി, അത് മീഡിയയുടെ പ്രശ്നമല്ല. 3 നേതാക്കൾ തമ്മിലടിക്കുന്നത് കേരളം കണ്ടതാണ്. ഒരു ദിവസമല്ല, 2 ദിവസമല്ല, നീണ്ട 11 ാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രാജ്യത്ത് ജനാധിപത്യം ഉണ്ടാവില്ല. ഈ പിണറായി വിജയന്റെ ദുർഭരണം അവസാനിപ്പിക്കുന്നതിനേക്കാൾ കഠിനമായി പോയി 11 ദിവസത്തെ ഈ അഭ്യാസം. അതിനേക്കാൾ ടെൻഷനായിരുന്നു ഈ നേതാക്കൾക്ക്. ഓരോ നിമിഷവും എണ്ണി ഞാനാണോ മുഖ്യമന്ത്രി എന്ന് ഇവർ കണ്ണിൽ എണ്ണയൊഴിച്ച് കാത്തിരിക്കുകയായിരുന്നു. അതിന് പിണറായി ഭരണം അവസാനിപ്പിക്കുന്നതിനേക്കാൾ കാഠിന്യമുണ്ടായിരുന്നു. അതൊക്കെ നിങ്ങളുടെ വെർഷൻ, അതൊക്കെ നിങ്ങൾക്ക് എന്തും പറയാം. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ ഘടകകക്ഷികൾ ഒന്നും തന്നെ ഈ പറയുന്ന പ്രക്രിയ, അല്ലെങ്കിൽ ഈ സുതാര്യമായിട്ടുള്ള ഈ പ്രക്രിയ മോശമായി പോയെന്നൊരു അഭിപ്രായമൊന്നും ഞങ്ങൾക്ക് ആർക്കുമില്ല. അതുകൊണ്ട് മികച്ച തീരുമാനം ഉണ്ടാകും. ഞാൻ കഴിഞ്ഞ ദിവസവും പറഞ്ഞാണ്, പല ചാനലുകളിലും ഞാൻ പറഞ്ഞു, അങ്ങനെ ചർച്ച വരുന്നതുകൊണ്ടുള്ള ഗുണം എന്താണ്? മികച്ച തീരുമാനമുണ്ടാവും. ഏത് കാര്യത്തിലും അങ്ങനെയാണല്ലോ. ഇതിൽ മാത്രമല്ല, മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്ന കാര്യത്തിൽ മാത്രമല്ല, സുപ്രധാനമായ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ നമുക്ക് 4 പേർ ചേർന്നിരുന്ന് ചെയ്തോളൂ. ഇപ്പോൾ നാഗ്പൂരിൽ നിന്ന് ഒരു തീരുമാനം വരുന്നു, അവരെ പ്രധാനമന്ത്രി ആയിക്കോളൂ അല്ലെങ്കിൽ മുഖ്യമന്ത്രി ആയിക്കോളൂ എന്ന് നമുക്ക് പറയുന്ന പോലെ ചെയ്യാൻ കഴിയില്ല. ജനാധിപത്യ പാർട്ടിയാണ്. അതോടൊപ്പം തന്നെ നമുക്കറിയാവുന്നതുപോലെ പിണറായി വിജയൻ പറയുന്നു ഇന്നയാളെ വെച്ചോളൂ, അദ്ദേഹത്തെ വെച്ചേക്കും. അങ്ങനെയല്ലല്ലോ. ഇവിടെ 4 പേരല്ല, ഒരുപാട് ആളുകളോട് നമ്മൾ കൺസൾട്ട് ചെയ്തു, ഘടകകക്ഷിയോട് നമ്മൾ കൺസൾട്ട് ചെയ്തു. ഒരാൾക്കും പറയാൻ കഴിയില്ല എടുത്തിരിക്കുന്ന തീരുമാനം ഏകപക്ഷീയമായി എടുത്ത തീരുമാനമാണെന്ന് പറയാൻ കഴിയില്ല. അതുകൊണ്ടാണ് അതിന് മെറിറ്റ് ഉണ്ട് എന്ന് നിങ്ങളടക്കം ഇപ്പോൾ പറയുന്നത്. നിങ്ങളടക്കമുള്ള ആളുകൾ, മാധ്യമങ്ങളടക്കമുള്ള ആളുകൾ പറയുന്നത് ഇതിനകത്തൊരു മെറിറ്റ് ഉണ്ട്. അനാവശ്യ സമ്മർദ്ദങ്ങൾക്ക് ഹൈക്കമാൻഡ് വഴങ്ങിയില്ല എന്നുള്ളതാണ് മെറിറ്റ്. പക്ഷേ KC വേണുഗോപാലിനെയാണ് തെരഞ്ഞെടുത്തതെങ്കിൽ അതിന് മെറിറ്റ് ഉണ്ട് എന്ന് പറയാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്യുന്നില്ല. അതൊക്കെ അതാണ് ഞാൻ പറഞ്ഞത്. ഒരു ചർച്ചയ്ക്ക് ഒരു വിഷയം ഉണ്ടാകുമ്പോൾ ആ ചർച്ചയ്ക്ക് വിവിധങ്ങളായിട്ടുള്ള അഭിപ്രായങ്ങൾ ഉണ്ടാവുമല്ലോ. ഒരഭിപ്രായം മാത്രമല്ലല്ലോ. ഒരഭിപ്രായം മാത്രമാണെങ്കിൽ അത് ശരിയായിട്ടുള്ള രീതിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. അത് ജനാധിപത്യമല്ല. വ്യത്യസ്തമായ അഭിപ്രായങ്ങളുണ്ട്. അത് ശരിയുണ്ടാവും, തെറ്റുണ്ടാവും. ഇതിനകത്ത് ഏറ്റവും ശരിയുള്ളതിനെ ചേർത്ത് നിർത്തുക എന്നുള്ളതാണ് നമ്മൾ എപ്പോഴും കൈക്കൊള്ളുന്നത്. ജനാധിപത്യത്തിന്റെ സൗന്ദര്യം അത് നിങ്ങൾ സൗന്ദര്യമല്ല ഇവിടെ റോഡിലിട്ട് അലക്കി എന്നൊക്കെ പറയുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. ഞാൻ രണ്ടാമത്തിനോട് യോജിക്കുന്നത്. റോഡിലിട്ട് അലക്കി, അത് അണികൾ അത്രമാത്രം അസ്വസ്ഥരുമായിരുന്നു. അല്ല, നിങ്ങൾ അതുകൊണ്ടാണ് ഇത്രമാത്രം
ആശങ്കയും ഇത്രമാത്രം മുൾമുനയിൽ നിർത്തേണ്ട ഒരു അവസ്ഥ വന്നത്. സകല മാധ്യമങ്ങളും പറയുന്നത് മെറിറ്റിനാണ് ഇത് കിട്ടിയെന്ന് പറഞ്ഞാൽ അവസാനം ഈ ചർച്ച തീരുമാനം നേരത്തെ എടുക്കാമായിരുന്നു. കൃത്യമായിട്ട് ഉണ്ടായതുകൊണ്ടാണ്. ശരി, ഇത് നിയമസഭാ കക്ഷി യോഗത്തിന്റെ തീരുമാനങ്ങൾ വന്നിരിക്കുകയാണ്, അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ വന്നിരിക്കുകയാണ്. 63 MLA-മാരിൽ 62 MLA-മാരും പങ്കെടുത്തു. നിയുക്ത MLA-മാരും നിയമസഭാ കക്ഷി യോഗത്തിൽ പങ്കെടുത്തു. തിങ്കളാഴ്ചയായിരിക്കും സത്യപ്രതിജ്ഞ നടക്കാൻ പോകുന്നത്. വി ഡി സതീശൻ അല്പസമയത്തിനുള്ളിൽ ഗവർണറെ കാണും. ഇതാണ് അപ്ഡേറ്റ് ഉള്ളത്. ശ്രീ പണിക്കർ, ജനാധിപത്യത്തിന്റെ സൗന്ദര്യം എന്ന് പറഞ്ഞുകൊണ്ട് ഇതിനെ വർണ്ണിക്കാൻ കോൺഗ്രസ് നേതാക്കൾക്ക് കഴിയും. പക്ഷേ കാര്യങ്ങൾ അത്ര കണ്ട് സുതാര്യമായിരുന്നില്ലല്ലോ. ഇവിടെ റോഡിലിട്ട് ഈ വിഷയത്തെ വലിച്ചിഴച്ച് അണികൾക്കിടയിൽ ആശയക്കുഴപ്പമുണ്ടാക്കി, ഇതെല്ലാം ഹൈക്കമാൻഡിൻ്റെ കുറ്റമായിട്ടാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടത്. പക്ഷേ അവസാനം ഹൈക്കമാൻഡ് ഇക്കാര്യത്തിൽ ഉചിതമായ തീരുമാനത്തിലേക്ക് വരികയും ചെയ്തു. അനാവശ്യമായ ഒരു വലിച്ചു നീട്ടലും ചർച്ചകളും അല്ലേ? തീർച്ചയായിട്ടും നമ്മുടെ സുഹൃത്ത് ശ്രീ ജി വി ഹരിയുടെ പരമഭാഗ്യം എന്ന് വേണം പറയാൻ. കാരണം ഹൈക്കമാൻഡ് തീരുമാനിച്ചത് ശ്രീ വി ഡി സതീശൻ മുഖ്യമന്ത്രി ആകട്ടെ എന്നാണ്. അതല്ലായിരുന്നുവെങ്കിൽ ശ്രീ കെ സി വേണുഗോപാലിനെ ആയിരുന്നു പ്രഖ്യാപിക്കുന്നത് എങ്കിൽ അതിനെ ഒരു സുതാര്യമായിട്ടുള്ള ഇടപെട്ടോട്ടെ. 61 MLA-മാരാണ് പങ്കെടുത്തത്. അതിൽ രമേശ് ചെന്നിത്തല വിട്ടുനിന്നു. ആരോഗ്യ പ്രശ്നങ്ങളാൽ തൃപ്പൂണിത്തുറ MLA ദീപക് ജോയ് പങ്കെടുത്തില്ല. അത് ആരോഗ്യ പ്രശ്നങ്ങൾ കാരണമാണ്. അങ്ങനെ 61 MLA-മാർ പങ്കെടുത്തു. രമേശ് ചെന്നിത്തല വിട്ടുനിൽക്കുകയായിരുന്നു. മന്ത്രിസഭാംഗങ്ങൾ മുഴുവനും 18-ാം തീയതി സത്യപ്രതിജ്ഞ ചെയ്യും. അതായത് മുഖ്യമന്ത്രിക്കൊപ്പം മന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. 18-ാം തീയതി ആയിരിക്കും, മെയ് 18-ാം തീയതി. 21-നായിരിക്കും ആ നിയമസഭാ സമ്മേളനം. അന്ന് MLA-മാരുടെ സത്യപ്രതിജ്ഞ നടക്കും. ശരി, ശ്രീ പണിക്കർ. ശ്രീ മഞ്ജുഷ്, ഞാൻ പറഞ്ഞത് ഇപ്പോൾ അഥവാ കെ സി വേണുഗോപാലിൻ്റെ പേരായിരുന്നു ഇന്ന് നിർദ്ദേശിക്കപ്പെടുന്നത് എങ്കിൽ അത് സുതാര്യമായിട്ടുള്ള ഒരു പ്രോസസ്സ് വഴിയാണ് എന്നും അതാണ് ഇവിടെയുള്ള ബഹുഭൂരിപക്ഷം ജനങ്ങൾ ആഗ്രഹിച്ചത് എന്നുമൊക്കെ പറഞ്ഞ് ന്യായീകരിക്കാനായിട്ട് ശ്രീഹരിക്ക് നന്നേ ബുദ്ധിമുട്ടേണ്ടി വരുമായിരുന്നു. അത് തീരെ കൺവിൻസിങ് ആവില്ല എന്നതിനെക്കുറിച്ചും അറിയാമായിരുന്നു. അപ്പോൾ അതിനു വേണ്ടിയിട്ട് പറയുന്ന വാക്കുകളാണ് തെരുവിൽ അലക്കിയില്ല, അഭിപ്രായമാണ്. അഭിപ്രായ വ്യത്യാസങ്ങൾ എന്ന് പറയുന്നത് കോൺഗ്രസിൽ സ്വീകാര്യമായിട്ടുള്ള ഒന്നാണ്. നാഗ്പൂരിൽ നിന്ന് പറയുന്നത് പോലെ BJP നടപ്പാക്കുന്നത് പോലെ അല്ല ഞങ്ങൾ എന്നൊക്കെ പറയുന്നത്. പക്ഷെ അതേ ശ്രീ ഹരി തന്നെയാണ് അതിന് തൊട്ട് മുമ്പത്തെ ശ്വാസത്തിൽ പറഞ്ഞത് 3 അഭിപ്രായവുമായിട്ട് ഈ 3 നേതാക്കന്മാരും ഡൽഹിയിൽ ഹൈക്കമാൻഡിനെ കാണാൻ പോയപ്പോഴും അവസാനം അവർ പറഞ്ഞത് ഹൈക്കമാൻഡിൽ നിന്ന് പറയുന്നത് പോലെ ചെയ്യാമെന്നാണ്. അപ്പോൾ നാഗ്പൂരിൽ നിന്ന് പറയുന്നത് നടപ്പാക്കുന്നത് പോലെ തന്നെയാണ് ഹൈക്കമാൻഡ് പറയുന്നതും. അത് ആൾക്കാർക്ക് ആർക്കൊക്കെയാണ് സ്വീകാര്യമായത്, ആർക്കൊക്കെയാണ് സ്വീകാര്യമല്ലാത്തത് എന്നതിനെക്കുറിച്ച് നമ്മൾ കണ്ടില്ലേ. ഇപ്പോൾ ശ്രീ രമേശ് ചെന്നിത്തല അനാരോഗ്യം കൊണ്ടല്ല ഇന്നത്തെ മീറ്റിംഗിൽ വിട്ടു നിൽക്കുന്നത് എന്നതിനെക്കുറിച്ച് ഈ പ്രഖ്യാപനം വന്നതിന് ശേഷം ഉണ്ടായിരിക്കുന്ന കാര്യങ്ങളിൽ നിന്ന് നമുക്ക് അറിയാവുന്നതാണ്. അപ്പോൾ അദ്ദേഹത്തിന് തൃപ്തികരമായിട്ടുള്ള ഒരു തീരുമാനം അവിടെ ഉണ്ടായിട്ടില്ല. അത് ജനാധിപത്യപരമായിട്ടുള്ള തീരുമാനമാണ് എന്ന രീതിയിലത്തേക്ക് നമുക്ക് പറയാൻ കഴിയുമോ? ഇല്ല. അദ്ദേഹത്തിന് അതിൽ എതിരഭിപ്രായമുണ്ട്. അത് ശ്രീ ഹരി സമ്മതിച്ചില്ല എങ്കിലും അങ്ങനെ മാറി നിന്നുകൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല എന്ന് പറഞ്ഞിരിക്കുന്ന UDF-ന്റെ കൺവീനർ ശ്രീ അടൂർ പ്രകാശാണ്. അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റ് വന്നു കഴിഞ്ഞു. അതേപോലെ തന്നെ ശ്രീ കെ സി വേണുഗോപാലിനോട് മാധ്യമപ്രവർത്തകർ ചോദിക്കുന്ന സമയത്ത് അദ്ദേഹം പറയുന്നുണ്ട്, ഈ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ആയിട്ട് തുടരുമോ എന്ന് ചോദിക്കുന്ന സമയത്ത് വേണമെങ്കിൽ അതും വിട്ടുതരാം എന്നാണ്. അദ്ദേഹം പറയുന്ന ഭാഷ ആലോചിച്ച് നോക്കണം. വേണമെങ്കിൽ അതും വിട്ടുതരാം. അതായത് എൻ്റെ കയ്യിൽ വന്ന എൻ്റെ കസ്റ്റഡിയിലുള്ള ഒരു കാര്യം വേണമെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ ഞാൻ വിട്ടുതരാം എന്നാണ് പറയുന്നത്. അത് തൃപ്തിയോടുകൂടി അദ്ദേഹം പറയുന്ന ഒരു വാക്കല്ല, മറിച്ച് ആ പറയുന്നതിനകത്തിൽ എന്താണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് എന്നതിനെക്കുറിച്ച് കൃത്യമായിട്ട് പറയുന്നുണ്ട്. അത് ഈ പ്രശ്നങ്ങളെല്ലാം തന്നെ ഇത്രത്തോളം സങ്കീർണമാക്കിയത് ശ്രീ കെ സി വേണുഗോപാലിന്റെ സ്ഥാനമോഹമാണ് എന്നതിനെക്കുറിച്ച് കേരളത്തിൽ അറിയാത്ത ആൾക്കാരില്ല. അതിനെ നമുക്ക് ജനാധിപത്യത്തിന്റെ സൗന്ദര്യം എന്ന് പറഞ്ഞുകൊണ്ട് ന്യായീകരിക്കാനായിട്ട് കഴിയില്ല. ഇവിടെ തെരുവിൽ ആൾക്കാർ ഇറങ്ങിയത്, ഇവിടെ പോസ്റ്റർ യുദ്ധം നടന്നത്, സോഷ്യൽ മീഡിയയിലെ പ്രചരണം നടന്നത്, ഇതിൽ കുറേയൊക്കെ വേണമെങ്കിൽ നമുക്ക് ആൾക്കാർ ഉണ്ടാക്കിയതാണെന്ന് പറയാം. പക്ഷെ ബഹുഭൂരിപക്ഷം വരുന്ന ഇത്രത്തോളം കാര്യത്തിനെ നമുക്ക് അങ്ങനെ ഓർക്കസ്ട്രേറ്റ് ചെയ്ത് നടത്താൻ കഴിയില്ല. അപ്പോൾ ഇതിൽ കുറേയൊക്കെ ഓർഗാനിക് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഘടകകക്ഷികളുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്ന സമ്മർദ്ദം, ആ സമ്മർദ്ദം എന്നുള്ള വാക്കാണ്, ഞാൻ സൂപ്പർ ഹൈക്കമാൻഡ് എന്നൊന്നും പറയുന്നില്ല, പക്ഷേ സമ്മർദ്ദം അത് കോൺഗ്രസിന് തള്ളാൻ കഴിയാത്ത രീതിയിലേക്ക് വന്നു എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്നതാണ്. കഴിഞ്ഞ 10-12 ദിവസം സത്യത്തിൽ വേണ്ടി വന്നു. പ്രതിപക്ഷ നേതാവായി യൂണിറ്റി എവിടെയാണ് ഇതില്ലാത്തത് അതെല്ലാം മനസ്സിലാക്കാൻ കിട്ടിയ അവസരമാണ്. എന്തായാലും കോൺഗ്രസിന്റെയും UDF-ന്റെയും നേതാവായി തിരഞ്ഞെടുക്കപ്പെട്ട എന്റെ ബഹുമാന്യ സുഹൃത്ത് ശ്രീ വി ഡി സതീശന് എല്ലാ അനുമോദനങ്ങളും അറിയിക്കുന്നു. പിണറായി വിജയനെ പ്രതിപക്ഷ നേതാവായി തെരഞ്ഞെടുത്തു. CPM സംസ്ഥാന സമിതിയിലാണ് തീരുമാനം. എല്ലാ അഭിനന്ദനങ്ങളും നിയുക്ത മുഖ്യമന്ത്രിക്ക്
നേരുകയാണ് ശ്രീ എം എ ബേബി. ഡോക്ടർ ജി വി ഹരി, താങ്കൾക്ക് പോകാനുണ്ട്, അതുകൊണ്ടാണ് ഇപ്പോൾ ശ്രീത്ത് പറഞ്ഞതിനുള്ള മറുപടി. ശ്രീത്ത് അത് അങ്ങനെ അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ അഭിപ്രായത്തെ ഞാൻ കാണുന്നുള്ളൂ. അദ്ദേഹം അങ്ങനെ പറഞ്ഞോട്ടെ, കുഴപ്പമില്ല. ലോക് ഭവനിലേക്ക് വി ഡി സതീശൻ എത്തുന്നതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് കാണുന്നത്. ഗവർണറെ കാണുന്നതിന് വേണ്ടി സർക്കാർ രൂപീകരിക്കുന്നതിനുള്ള അവകാശവാദം ഉന്നയിച്ച് ഗവർണറെ കാണുന്നതിന് വേണ്ടി നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശൻ ലോക് ഭവനിലേക്ക് വരുന്നതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. സംസ്ഥാനത്ത് ഒരു ഭരണമാറ്റം സംഭവിക്കാൻ പോകുന്നു. തിങ്കളാഴ്ചയായിരിക്കും സത്യപ്രതിജ്ഞ നടക്കുന്നത്. നിയമസഭാ കക്ഷി നേതാവായി കോൺഗ്രസ് പാർട്ടി വി ഡി സതീശനെ ഔദ്യോഗികമായി തെരഞ്ഞെടുത്ത് കഴിഞ്ഞു. ഇനി സർക്കാർ രൂപീകരിക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ. എം വി ഗോവിന്ദന്റെ പ്രതികരണം. പ്രതിപക്ഷ നേതാവായി സഖാവ് പിണറായി വിജയനെ ഏകണ്ഠമായിട്ട് സംസ്ഥാന കമ്മിറ്റി തീരുമാനിച്ചിരിക്കുകയാണ്. അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി സഖാവ് എം എ ബേബി, സഖാവ് പിണറായി വിജയൻ, സഖാവ് എ വിജയരാഘവൻ ഉൾപ്പെടെയുള്ള പി വി എമാർമാരും അതുപോലെ മറ്റ് കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളും എല്ലാം പങ്കെടുത്ത സംസ്ഥാന കമ്മിറ്റി യോഗം ഏകണ്ഠമായിട്ടാണ് സഖാവ് പിണറായി വിജയനെ കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ ഞങ്ങൾ അപ്പോൾ തന്നെ പ്രതിപക്ഷ നേതാവിനെ തീരുമാനിച്ചത്. പ്രതിപക്ഷ നേതാവായി ശ്രീ പിണറായി വിജയനെ തെരഞ്ഞെടുത്ത വിവരം ഔദ്യോഗികമായിട്ട് അറിയിക്കുകയായിരുന്നു ശ്രീ എം വി ഗോവിന്ദൻ. ഡോക്ടർ ജി വി ഹരി. അല്ല, ശ്രീത്ത് ഈ പറഞ്ഞ പോലെ നിരന്തരമായിട്ട് ഈ കാര്യത്തിനകത്ത് ശ്രീ കെ സി വേണുഗോപാലിനെ വിമർശിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിനകത്ത് അദ്ദേഹം പറഞ്ഞതിനകത്ത് എനിക്ക് പറയാനുള്ളത് അദ്ദേഹത്തിൻ്റെ ഒരു സ്ഥായി സ്ഥിരം ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം, അതുകൊണ്ടൊരു പുതുമയൊന്നുമില്ല. അതിനകത്ത് അദ്ദേഹം പറഞ്ഞൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അദ്ദേഹം KPCCയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനം കൂടി കൊടുത്തേക്കാമെന്ന് പറഞ്ഞത് ACCയുടെ സ്വാഭാവികമായിട്ടും ആ ഒരു സമയത്ത് അദ്ദേഹത്തോട് അങ്ങനെ ഒരു ചോദ്യം വരുമ്പോൾ പിന്നെ എങ്ങനെ പ്രതികരിക്കണം? അദ്ദേഹം ചിരിച്ചുകൊണ്ടാണ് പ്രതികരിച്ചതെങ്കിൽ പോലും അത്തരത്തിലൊരു ചോദ്യമൊന്നും അതാണ് ഞാൻ സൂചിപ്പിച്ചത്. ഇത് മനഃപൂർവ്വമായി അദ്ദേഹത്തെ വളഞ്ഞിട്ട് ആക്രമിക്കുന്നതിന് ചൊല്ലുമായിട്ടൊരു ചോദ്യമായിട്ടാണ് ഞാൻ അതിനെ കാണുന്നത്. അങ്ങനെയാണ് അദ്ദേഹം പ്രതികരിച്ചത്. ഒരു കാര്യം പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു ശ്രീത്തെ, ഇത്തരത്തിലൊരു ജനകീയമായിട്ടുള്ള അല്ലെങ്കിൽ ഇത്തരത്തിൽ ഒരു എന്താ പറയുന്നത് ജനാധിപത്യപരമായിട്ടൊരു പ്രക്രിയയൊന്നും ഒരിക്കലും ഒരു പാർട്ടിയും കേരളത്തിലൊരു മുഖ്യമന്ത്രി തിരഞ്ഞെടുക്കാൻ ഉണ്ടാവില്ല എന്നെനിക്ക് നിശ്ചയമായിട്ട് അറിയാം. അത് എത്രയും ഇപ്പോൾ ഇവിടെ മാത്രമല്ലല്ലോ, നിങ്ങളൊന്ന് പരിശോധിച്ചു പല സംസ്ഥാനങ്ങളിലും ബാക്കിയുള്ള പല സംസ്ഥാനങ്ങളിലും ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് മുഖ്യമന്ത്രിമാരെ തിരഞ്ഞെടുത്തല്ലോ. ഈ ചർച്ചകളൊന്നും ആളുടെ പേര് പറഞ്ഞു, അയാൾ മുഖ്യമന്ത്രിയായി എന്നുള്ളതാണ്. അപ്പം നമുക്ക് ജനാധിപത്യപരമായ രീതിയിൽ കാര്യങ്ങൾ സംസാരിക്കുന്നതും അല്ലെങ്കിൽ അഭിപ്രായങ്ങൾ പറയുന്നതും ആ അഭിപ്രായങ്ങളിൽ ഏറ്റവും മികച്ചത് സ്വീകരിക്കുന്നതും ഒരു മോശപ്പെട്ട കാര്യമായിട്ടൊന്നും കാണേണ്ട കാര്യമില്ല. ഒരു കാര്യത്തിൽ അങ്ങനെ എന്താണ് അല്ല, രമേശ് ചെന്നിത്തല എവിടെയാണ് നിയോഗിക്കാറ്? അല്ല, ഞാൻ പറഞ്ഞല്ലോ ശ്രീത്തെ, രമേശ് ചെന്നിത്തലയ്ക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും. സ്വാഭാവികമായിട്ട് അദ്ദേഹത്തിൻ്റെ അഭിപ്രായ വ്യത്യാസം പ്രകടിപ്പിക്കാനും ഈ പാർട്ടിയിൽ അവസരമുണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തിന് ഈ പാർട്ടി ഇത് പുറത്തൊന്നും ആക്കില്ല. അദ്ദേഹത്തിൻ്റെ സ്വാഭാവികമായിട്ടല്ല, അദ്ദേഹം ആഗ്രഹിച്ചിരുന്നൊരു കാര്യം, ആ ആഗ്രഹിച്ചൊരു കാര്യത്തിന് വ്യത്യസ്തമായൊരു അഭിപ്രായം അല്ലെങ്കിൽ ഒരു തീരുമാനം ഉണ്ടായപ്പോൾ അതിൽ ഒരു സ്വാഭാവിക മനുഷ്യൻ എന്ന നിലയിലുള്ള പ്രതികരണം ഉണ്ടാവും. ഞാൻ മനസ്സിലാക്കുന്നത് അത് ആദ്യത്തെ പ്രതികരണം എന്ന നിലയിൽ ഉണ്ടാവും. അത് ശ്രീത്താണെങ്കിലും ഉണ്ടാവും, ഞാനാണെങ്കിലും ഉണ്ടാവും. ഒരു മനുഷ്യർക്ക് സ്വാഭാവികമായിട്ട് ഇവിടെയുള്ളത് MLA-മാരുടെ പിന്തുണയില്ലാത്ത ഒരു മുഖ്യമന്ത്രി, ഒരു നിയമസഭാ കക്ഷി നേതാവാണ്. ഹൈക്കമാൻഡിന്റെ തീരുമാനം അന്തിമമാണെന്ന് മൂന്നുപേരും അദ്ദേഹം പറഞ്ഞു. ഞാൻ സമ്മതിക്കുന്നു, അത് അദ്ദേഹം മൂന്നുപേരും പറഞ്ഞു. അതിനകത്ത് വ്യത്യസ്തമായ ഒരു അഭിപ്രായം അല്ലെങ്കിൽ ഒരു വിഷമം പ്രകടിപ്പിച്ചു. വിഷമമാണ് അവിടെ പ്രകടിപ്പിച്ചത്. അദ്ദേഹം അംഗീകരിച്ചുകൊണ്ടാണല്ലോ അദ്ദേഹം ശ്രീ വി ഡി സതീശനെ നിയമസഭാ കക്ഷി യോഗത്തിൽ നിന്ന് മനഃപൂർവ്വം വിട്ടുനിൽക്കുന്നു എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിനുള്ള അഭിപ്രായ വ്യത്യാസം അദ്ദേഹം പരസ്യമായി പ്രകടിപ്പിക്കുകയാണ്. അദ്ദേഹത്തിന്റെ മനസ്സിലുള്ള ഒരു വിഷമം എന്ന നിലയിൽ അത് കണ്ടാൽ മതി. അല്ലെങ്കിൽ ഈ ഗവൺമെന്റിന്റെ ഭാഗമായിട്ടുണ്ടായാലും ഇല്ലെങ്കിലും അദ്ദേഹം പൂർണ്ണമായിട്ട് ഈ സർക്കാരുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങളിൽ മുന്നോട്ട് പോകാൻ അടുത്ത 5 വർഷക്കാലവും മുന്നോട്ട് പോകാൻ കഴിയും. എനിക്കറിയാവുന്ന അല്ല, പക്ഷേ അത് ഹൈക്കമാൻഡിന്റെ തീരുമാനം മുതിർന്ന നേതാവിനെ പോലും ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞില്ല എന്നുള്ളതുകൊണ്ടാണ് വർഷക്കാലമായി കേരള പ്രദേശ് അതിനുശേഷം അദ്ദേഹം അടുത്തറിയാവുന്ന ഒരാളെന്ന നിലയിൽ അദ്ദേഹത്തെ അടുത്തറിഞ്ഞിട്ടുള്ള ഒരാളെന്ന നിലയിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. അദ്ദേഹം ഈ പാർട്ടിയെ കൈപിടിച്ചുയർത്താനും ഈ പാർട്ടിക്ക് വേണ്ടി അദ്ദേഹം ചെയ്തിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് ഇത് അദ്ദേഹത്തിന്റെ സ്വാഭാവികമായ ഒരു പ്രതികരണമായിട്ട് മാത്രമേ ഞാൻ കാണുന്നുള്ളൂ. അതല്ലാതെ ശ്രീ വി ഡി സതീശ് ഇതിനായിട്ടൊരു പ്രതികരണമായിട്ട് ഞാൻ കാണുന്നില്ല. ആ തീരുമാനത്തിൽ അദ്ദേഹത്തിന് വിഷമം ഉണ്ടായിട്ടുണ്ടാവും. സ്വാഭാവികമായിട്ട് ആ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അദ്ദേഹം ഇനി എല്ലാം എതിർപ്പായിട്ട് മുന്നോട്ട് പോകും എന്നൊരു ധാരണയൊന്നും വേണ്ട. ഈ സർക്കാരിനെ ഗൈഡ് ചെയ്യാൻ
ഏറ്റവും തലമുതിർന്ന കേരളത്തിലെ ഏറ്റവും തലമുതിർന്ന നേതാക്കന്മാരിൽ ഒരാളെന്ന നിലയിൽ അദ്ദേഹം എപ്പോഴും ഈ സർക്കാരിന്റെ കൂടെ ഉണ്ടാകുന്നു. പക്ഷേ ആ എതിർപ്പ് അദ്ദേഹത്തിന്റെ മനസ്സിൽ അങ്ങനെ തന്നെ നിൽക്കുമെന്നാണ് അതൊക്കെ ഒരു ദിവസത്തെ കാര്യമായിട്ട് അങ്ങനെ ഒരു ദിവസം കൊണ്ട് അത് പോകുന്നു ഒന്നോ എന്ന് രണ്ടോ എനിക്ക് ദിവസം. തോന്നുന്നില്ല. നോക്കൂ, ശ്രീ രമേശ് ചെന്നിത്തലയാണെങ്കിലും കെ സി വേണുഗോപാലാണെങ്കിലും പാർട്ടി അവരെ സംബന്ധിച്ചിടത്തോളം പാർട്ടിയാണെല്ലാം. അവരെ സംബന്ധിച്ചിടത്തോളം പാർട്ടി എടുക്കുന്ന തീരുമാനമാണെല്ലാം. അതിനകത്ത് ചെറിയ വിഷമം മനുഷ്യരല്ലേ. ശരി, പറയാൻ കൊള്ളാം. അവരുടെയൊക്കെ കോൺട്രിബ്യൂഷൻ മനസ്സിലാക്കുന്നുണ്ടല്ലോ അല്ലേ? അതുകൊണ്ട് നടക്കുന്നതും രണ്ട് കാര്യങ്ങളാണ് അല്ലേ? ശ്രീ ഹരി ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളും ഗ്രൗണ്ടിൽ നടക്കുന്ന കാര്യങ്ങളും കോൺട്രാസ്റ്റിംഗ് ആണെന്ന് ശ്രീ ഹരി മനസ്സിലാക്കുന്നുണ്ടല്ലോ അല്ലേ? ഈ കോൺട്രാസ്റ്റിംഗ് ആണെന്നുള്ള കാര്യം ഇവിടെ നമ്മൾ സംസാരിച്ചപ്പോൾ ശ്രീ രമേശ് ചെന്നിത്തലയുടെ കാര്യം താങ്കൾ എടുത്ത് സൂചിപ്പിച്ചതുകൊണ്ട് അതിലൊരു സ്വാഭാവികമായൊരു കാര്യമായിട്ട് കണ്ടാൽ മതി. അതിനകത്തൊരു അസ്വാഭാവികതയും ഇല്ല. കാരണം എനിക്ക് അറിയാവുന്ന ഒരാളെന്ന പാർട്ടിയുടെ സമ്പന്നനായ നേതാവെന്ന നിലയിൽ അദ്ദേഹം ഈ പാർട്ടിക്ക് ചെയ്തു കൊടുത്തിട്ടുള്ള കോൺട്രിബ്യൂഷനെ കുറിച്ച് എനിക്ക് വളരെ കൃത്യമായി അറിയാവുന്ന ഒരാളെന്ന നിലയിൽ ഞാൻ പറയാം. അദ്ദേഹത്തിന്റെ മാത്രമാണ് അത് എടുത്ത് ഊതിപ്പെരിപ്പിച്ച് കാണിക്കേണ്ട കാര്യമില്ല എന്ന് ഞാൻ പറഞ്ഞു. പറഞ്ഞതുകൊണ്ട് ഞാൻ ഹൈക്കമാൻഡ് എടുക്കുന്ന ഏത് തീരുമാനവും ഞാൻ അംഗീകരിക്കും എന്ന് പറഞ്ഞിരിക്കുന്ന നേതാക്കൾ അത് പറയുമ്പോഴും അദ്ദേഹം പ്രതീക്ഷിച്ചത് ചില സീനിയോറിറ്റി അല്ല അദ്ദേഹത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട അദ്ദേഹം ഇത്രയും വർഷക്കാലമായി ഈ പാർട്ടിക്ക് നൽകിയ കോൺട്രിബ്യൂഷൻ അദ്ദേഹം വളരെ സീനിയർ ആയിട്ടൊരു നേതാവെന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ പേര് പരാമർശിക്കപ്പെടും എന്നൊരു തോന്നൽ അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടാവുമല്ലോ. അതിൻ്റെ ഒരു റിഫ്ലക്ഷൻ എന്ന നിലയിൽ അതിനപ്പുറത്തേക്ക് നിങ്ങൾ കാണണ്ട. ഈ സർക്കാരിൻ്റെ ഭാഗമായി തന്നെ അദ്ദേഹം ഉണ്ടാകുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. ശരി, അതായിക്കോട്ടെ, അതല്ലേ പ്രശ്നം. ശ്രീ ഹരി പറഞ്ഞിരിക്കുന്നതും ഗ്രൗണ്ടിൽ നടക്കുന്നതും തമ്മിൽ ചേർന്ന് പോകുന്നില്ല. തുടക്കത്തിലെ ഒരു കല്ലുകടി ആയില്ലേ ഇപ്പോൾ ഈ രമേശ് ചെന്നിത്തലയുടെ വിട്ടുനിൽക്കൽ? ഒരിക്കലുമില്ല. മാത്രമല്ല, ഞാനിങ്ങനെ നിരീക്ഷിക്കായിരുന്നു പല ചാനലുകളും. ഒരു ചാനലിൽ പോലും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഏതെങ്കിലും ചെറിയ ഘടകത്തിൽ പോലും ഒരു ചെറിയ നേതാവ് പോലും ഒരു പരസ്യ പ്രകടനമോ പ്രതിഷേധമോ ആ രീതിയിൽ ഒന്നും ഉണ്ടായില്ല എന്നുള്ളത് ചില മാധ്യമ പ്രവർത്തകർക്കും ചില ഐക്യജനാധിപത്യ മുന്നണിയുടെ വിരോധികൾക്കും വളരെ പ്രയാസമുണ്ടാക്കിയിട്ടുണ്ട്. ഈ സമയം വരെ ഒരു വിഷ്വൽ പോലും കാണിക്കാനോ അല്ലെങ്കിൽ ആ രീതിയിൽ ഏതെങ്കിലും നേതാവ്, ഇപ്പം നിങ്ങൾ പറഞ്ഞ രമേശ് ചെന്നിത്തല പോലും KPCC പ്രസിഡന്റിന് കത്ത് എഴുതി കൊടുത്തിട്ടാണ് പോയത്. എൻ്റെ പിന്തുണയുണ്ട്, ഞാനിങ്ങനെ ദർശനത്തിന് വേണ്ടി പോവുകയാണെന്ന് പറഞ്ഞു പോയി എന്നാണ് നമുക്കൊക്കെ മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ അടികൂടി എന്ന്, തെരുവിൽ അടികൂടി എന്നൊക്കെ ശ്രീജിത്തിനെ പോലെയുള്ള ആൾ പറയുന്നുണ്ട്. 8-9 ദിവസമാണ് ഈ പ്രോസസ്സിന് എടുത്തിട്ടുള്ളത്. അത് പിണറായി വിജയൻ സ്വകാര്യമായി MP ഗോവിന്ദനോട് പറയുന്നു. MP ഗോവിന്ദൻ പോയി പിന്നെ പട്ടാള ചിട്ടയിൽ അവരുടെ CPM യോഗത്തിൽ പറയുന്നു. എല്ലാവരും മിണ്ടാതെ കെട്ടിരിക്കുന്നു. നരേന്ദ്രമോദി പിന്നെ അമിത്ഷായോട് പറയുന്നു. അമിത്ഷാ ബന്ധപ്പെട്ട ആളുകളോട് പറയുന്നു. BJP യോഗത്തിൽ പോകുന്നു. അവർ അത് അപ്പാടെ അംഗീകരിക്കുന്നു. അത് ജനാധിപത്യമാണോ? ഈ ജനാധിപത്യത്തിൻ്റെ സൗന്ദര്യമെന്ന് നിങ്ങൾ യഥാർത്ഥത്തിൽ അത് വിശകലനം ചെയ്യൂ. നമുക്ക് കാണാൻ കഴിയും. MLA മാരോട് 7-ാം തീയതി അഭിപ്രായം ചോദിക്കുന്നു. തൊട്ടടുത്ത ദിവസം ഘടക കക്ഷികളോട് അഭിപ്രായം ചോദിക്കുന്നു. അതിനടുത്ത ദിവസം ഡൽഹിയിൽ പോയി ഈ റിപ്പോർട്ട് അവർ കൊടുക്കുന്നു. പിന്നീട് KPCC പ്രസിഡന്റുമാരോട് അഭിപ്രായം ചോദിക്കുന്നു. ഇങ്ങനെ ഇത് നമുക്കറിയാം. നമ്മൾ പറഞ്ഞ ഒരു വസ്തുതയുണ്ട്. 3 പേര് ഇതിനർഹരായവരുണ്ട്. ഈ 3 പേരിൽ പലർക്കും താല്പര്യമുണ്ട്. ചിലർ അതിനു വേണ്ടി പരിശ്രമിക്കുന്നുണ്ട്. ഇത് ജനാധിപത്യത്തിലൊരു മോശപ്പെട്ട സംഗതിയല്ല. അവരർഹരാണ് എന്നുള്ള കാര്യം നമുക്ക് ആർക്കും വ്യത്യസ്തമായി. ഇപ്പോൾ KC വേണുഗോപാൽ ആവട്ടെ, രമേശ് ചെന്നിത്തലയാവട്ടെ, VD സതീശനാവട്ടെ, ഇവരൊക്കെ മിടുക്കരായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഐക്യ ജനാധിപത്യ മുന്നണി നേതാക്കന്മാരാണ്. എന്നാൽ അവർ 3 പേരെയും കൂടെ ഒരു സംസ്ഥാനത്തിന് മുഖ്യമന്ത്രിയാക്കാൻ കഴിയുമോ? അവിടെ കൂടുതൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നല്ലത് അത് VD സതീശനാണ് എന്ന് പലതരത്തിലുള്ള ചർച്ചകൾ നടത്തി കോൺഗ്രസിൻ്റെ ഹൈക്കമാൻഡ് AICC പ്രഖ്യാപിച്ചപ്പോൾ പല പൊട്ടിത്തെറിയും ഉണ്ടാകുമെന്ന് നിങ്ങളൊക്കെ വ്യാഖ്യാനിച്ചു. നിർഭാഗ്യകരമെന്ന് പറയുന്നത് നിങ്ങൾക്ക് അങ്ങനെ അവസരം ഉണ്ടായിട്ടില്ല. ഹൈക്കമാൻഡ് തീരുമാനം നന്നായിരുന്നതുകൊണ്ട് അങ്ങനെ പൊട്ടിത്തെറി ഉണ്ടായില്ല. മറിച്ചായിരുന്നു തീരുമാനമെങ്കിൽ ഇപ്പോൾ KC എങ്ങാനും മുഖ്യമന്ത്രി ആക്കിയിരുന്നുവെങ്കിൽ സംഭവം മാറുമായിരുന്നു ഇവിടെ കേട്ടോ. അല്ല, കഴിഞ്ഞ ദിവസങ്ങളിലെ ചർച്ച താങ്കൾ ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ് ഈ കുഴപ്പം ഉണ്ടായത് കേട്ടോ. അല്ല, നിങ്ങള് അങ്ങനെയാണെങ്കിൽ നന്നായി, വളരെ നന്നായി. ഞാൻ പറയട്ടെ, നമുക്കിപ്പോ ഈ ചാനൽ ഓക്കെ ശരി, നന്നായി, വളരെ നല്ലത്. അങ്ങനെയാണ് നന്നായി. അപ്പൊ നമ്മളിപ്പോ ഞാൻ ഇന്ന് ഈ സമയത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഒരു ചരിത്രപരമായ മാറ്റം കേരളത്തിലെ കോൺഗ്രസിന്, അതായത് AICC എന്ന് പറയുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സുപ്രീം ബോഡി ഒരു
വ്യത്യസ്ത അഭിപ്രായമുള്ള വിഷയത്തിൽ നന്നായി ചർച്ച ചെയ്ത് ആരോടൊക്കെ ചർച്ച ചെയ്യണോ അവരോടൊക്കെ ചർച്ച ചെയ്ത്, എന്നാൽ വർഗീയ മാലിന്യങ്ങളെ ഭീഷണിപ്പെടുത്തലിനോട് പോയി പണി നോക്കാൻ പറഞ്ഞിട്ട് മിടുക്കനായ ഒരു നേതാവിന് കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി പറഞ്ഞു. ഒരു കോൺഗ്രസിന്റെ പ്രവർത്തകൻ പോലും അതിലൊരു എതിരഭിപ്രായം പറയുന്നില്ല. KC വേണുഗോപാൽ വളരെ മനോഹരമായി എൻ്റെ എല്ലാ പിന്തുണയും ഉണ്ടാകുമെന്ന് അറിയിച്ചു. K. സുധാകരൻ എൻ്റെ അനുജ സുഹൃത്താണ്, ഞാൻ വളരെ സജീവമായി അദ്ദേഹത്തിന് പിന്തുണയായി കൂടെ ഉണ്ടാകുമെന്ന് അറിയിച്ചു. K. മുരളീധരനെ പോലെയുള്ള ആളുകൾ, VM സുധീരനെ പോലെയുള്ള ആളുകൾ, വളരെ ചെറിയ നേതാക്കന്മാർ പോലും. ഞാനിപ്പോൾ വരുന്ന വഴിയിലൊക്കെ പിന്നെ കോൺഗ്രസിനെ UDF പ്രകടനമുണ്ട്. ആ പ്രകടനത്തിൽ KCക്ക് വേണ്ടി വാദിച്ചവരുണ്ട്, ചെന്നിത്തലയ്ക്ക് വേണ്ടി വാദിച്ചവരുണ്ട്, പിന്നെ VD സതീശന് വേണ്ടി വാദിച്ചവരുണ്ട്. എല്ലാവരും ഒറ്റക്കെട്ടായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ കൊടിപിടിച്ച്, മുസ്ലിം ലീഗിനെ കൊടിപിടിച്ച്, ഐക്യജനാധിപത്യ മുന്നണിയുടെ ആളുകളായി VD സതീശൻ വന്നതിൽ, അവരെ പ്രഖ്യാപിച്ചതിൽ ഹൈക്കമാൻഡിനെ അഭിനന്ദിച്ചുകൊണ്ട് അഭിവാദ്യം ചെയ്തുകൊണ്ട് പ്രകടനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു ചരിത്രം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് പഴയ ചർച്ച വെച്ചതിനാണ്. പിന്തുണ നൽകിയ നേതാക്കളും അണികളും എന്ന് പറഞ്ഞാൽ KCക്ക് വേണ്ടിയും അതുപോലെ തന്നെ രമേശിന് വേണ്ടിയും അങ്ങനെ തെരുവിൽ കൂടുതൽ പ്രകടനങ്ങളൊന്നും കണ്ടില്ല. കൂടുതലൊന്നും ഇല്ലായിരുന്നു. 1-2 ബോർഡുകൾ പലയിടങ്ങളിലും കണ്ടു എന്നുള്ളത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് ഹൈക്കമാൻഡിൽ നിന്ന് ആ നിർദ്ദേശം വന്നതിന് ശേഷം പിന്നെ കണ്ടില്ല. സതീശിന് വേണ്ടി അങ്ങനെ ആയിരുന്നില്ല, മറിച്ചായിരുന്നു തീരുമാനമെങ്കിൽ ഇങ്ങനെ ആയിരുന്നല്ലോ കാര്യങ്ങൾ. തീർച്ചയായിട്ടും അങ്ങനെ ആയിരിക്കുമായിരുന്നില്ല. കാരണം KCക്കും രമേശ് ചെന്നിത്തലയ്ക്കും വേണ്ടി ഇവിടെ ശക്തമായ ഒരു ലോബിയിങ് ഒന്നും പാർട്ടിക്കകത്തോ അല്ലെങ്കിൽ പ്രവർത്തകർക്കിടയിലോ നടന്നിരുന്നില്ല എന്നുള്ളതാണ്. നിയമസഭാ കക്ഷിയിൽ മാത്രമാണ് അവർ അത്തരത്തിൽ തങ്ങളുടെ മനസ്സ് തുറന്നത്. അത് ഹൈക്കമാൻഡ് ഏതാണ്ട് എഗ്രി ചെയ്തതുമാണ്. ഇവിടെ ഇപ്പോൾ വന്നിരിക്കുന്ന ഹൈക്കമാൻഡിൻ്റെ തീരുമാനം അന്തിമമായത് ഘടകകക്ഷികൾ കൂടി ഇടപെട്ടപ്പോഴാണ്, പ്രത്യേകിച്ച് ലീഗ് ഇടപെട്ടപ്പോഴാണ് എന്നുള്ളതാണ്. ആ ലീഗിൻ്റെ ഇടപെടലാണ് ഇപ്പോൾ മാറ്റം വരുത്തിയത്. അതല്ലായിരുന്നെങ്കിൽ തിരിച്ചു വന്നാലും ഇതേപോലെയൊക്കെ തന്നെ പോകുള്ളൂ. ഇപ്പം KC ആണ് മുഖ്യമന്ത്രി എന്ന് വന്നാലും ഇവിടെ വലിയ വിപ്ലവങ്ങളൊന്നും സംഭവിക്കില്ല. സംഭവിക്കാവും ചാൻസ് ഉള്ളത് ലീഗിൻ്റെ ഉൾപ്പെടെയുള്ളവരുടെ പ്രതിഷേധങ്ങൾ തീർച്ചയായിട്ടും അതുണ്ടാകും. അത് വേറൊരു രീതിയിലായിരിക്കും അവർ പ്രകടിപ്പിക്കുക എന്നുള്ളതേ ഉള്ളൂ. അത് എന്തായാലും ഒരു കാര്യം മനസ്സിലാക്കുക, ഇപ്പം 3 വിഭാഗങ്ങളായിട്ട് തിരിഞ്ഞാൽ 2 വിഭാഗം വളരെ ശക്തമായിട്ട് നിൽക്കുകയാണ്. അത് VD സതീശൻ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു എന്നുള്ളത് വളരെ പ്രധാനം. അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കകത്ത്, പുറത്തുള്ളത് പ്രശ്നമല്ല, ഘടകകക്ഷികളെല്ലാം ഒറ്റക്കെട്ടായി നിൽക്കും, അദ്ദേഹത്തിന് പിന്തുണ കൊടുക്കും. പക്ഷേ ഈ 63 പേരിൽ എല്ലാവരുടെയും മനസ്സ് ഒത്തുവരണമെങ്കിൽ ഇനി വലിയ ഭഗീരഥ പ്രയത്നം VD സതീശൻ ചെയ്യേണ്ടി വരും. അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഒന്നിച്ചു കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടായിട്ട് വരും എന്നുള്ളതിന് സംശയമില്ല. അതുപോലെ തന്നെ അദ്ദേഹത്തിന് NSSൻ്റെ SNDPയുടെയൊക്കെ സപ്പോർട്ട് ആവശ്യമാണ്. അതിൽ അദ്ദേഹം എന്ത് നിലപാടെടുക്കുന്നു എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ടതാണ്. ഇന്നലെകൾ പറഞ്ഞ കാര്യങ്ങൾ അദ്ദേഹത്തിന് ഇന്ന് പറയാൻ കഴിയുമോ എന്നുള്ളത് സംശയമാണ്, മുഖ്യമന്ത്രി എന്നുള്ള കസേരയിലിരുന്നുകൊണ്ട്. കാരണം കേരളം വലിയ പ്രതിസന്ധിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ കോൺഗ്രസും വലിയ പ്രതിസന്ധിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് നമ്മൾ മറക്കാതിരിക്കണം. കേരളത്തിലെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിന് ഇപ്പോൾ കിട്ടിയിരിക്കുന്ന 63 സീറ്റ് എന്ന് പറയുന്നത് എക്കാലവും നിലനിൽക്കുന്ന അതാണ് എന്ന് കോൺഗ്രസ് വിശ്വസിക്കേണ്ട കാര്യമില്ല. കാരണം കേരളത്തിൻ്റെ ചരിത്രം അങ്ങനെയാണ്. 2000-ൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 2000-ൽ 100 സീറ്റ് കിട്ടിയത് 2024 ആയപ്പം അത് ഒന്നുമല്ലാതായി തീർന്നു എന്നുള്ളതും AK ആന്റണിക്ക് രാജിവെക്കേണ്ട സംഭവം ഉണ്ടായതും നമുക്കറിയാവുന്നതാണ്. അപ്പോൾ ഇനി 2026 2029 എത്തുമ്പോൾ അന്നത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കൂടി മുന്നിൽ കണ്ടുകൊണ്ട് എല്ലാവരെയും ഒന്നിച്ചു കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു കോൺഗ്രസ്സായി വന്നില്ലെങ്കിൽ അത് കോൺഗ്രസ്സിന് വലിയ ഭവിഷ്യത്ത് വരും. പ്രത്യേകിച്ച് ഇന്ന് BJPയുടെ ഒരു വിഭാഗവും കൂടെ പിന്നെ നിയമസഭയ്ക്കകത്ത് വരികയാണ്. നിയമസഭയ്ക്കകത്തും നിയമസഭയ്ക്ക് പുറത്തും അത്തരത്തിലുള്ള ശക്തമായ ലോബിയിങ്ങും പ്രവർത്തനങ്ങളും ഉണ്ടാവും. ഏതെങ്കിലും കാരണവശാൽ VD സതീശൻ്റെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ ലീഗ് ഉൾപ്പെടെയുള്ള ഘടകകക്ഷികളുടെ ഭാഗത്തു നിന്നോ വരുന്ന നീക്കങ്ങളിൽ അപാകതയുണ്ടായാൽ അത് ഈ മുന്നണി സംവിധാനത്തെ, ഈ ഭരണത്തെ വലിയ തോതിൽ ബാധിക്കും എന്നുള്ളതിന് സിബി സത്യൻ, ഘടകകക്ഷികളുടെ മുഖ്യമന്ത്രി എന്ന രീതിയിലുള്ള ഇമേജ് സ്വാഭാവികമായിട്ടും കൊണ്ടുവരും ഈ എതിർചേരികൾ പാർട്ടിക്കുള്ളിലെ. അപ്പോൾ VSന്റെ കാലത്ത് അനുഭവിച്ച ഒരു സമ്മർദ്ദം അത് സതീശന് അനുഭവിക്കേണ്ടി വരുമോ തുടക്ക സമയത്തെങ്കിലും? മഞ്ജുഷ, എനിക്ക് തോന്നുന്നത് നിലവില് ശ്രീ VD സതീശൻ കൊണ്ടുവന്ന ഒരു ഓറ ശ്രദ്ധിക്കുക. പുള്ളി ഒരു മാസ് അപ്പീലാണ് കൊണ്ടുവന്നത്. ഞാൻ നേരത്തെ കഴിഞ്ഞ എൻ്റെ സെഷനിൽ പറഞ്ഞതുപോലെ അദ്ദേഹം MLA-മാരെയോ ഇലക്ഷൻ എഞ്ചിനീയറിംഗിലോ ഒന്നുമല്ല ശ്രദ്ധിച്ചത്. അദ്ദേഹം മാസ് അപ്പീൽ ക്രിയേറ്റ് ചെയ്യുന്നതിലാണ് ശ്രദ്ധിച്ചത്. അദ്ദേഹം ഇനിയും ചെയ്യാൻ പോകുന്നത് ആ മാസ് അപ്പീൽ കണ്ടിന്യൂ ചെയ്യുകയായിരിക്കും.
അപ്പൊ ഈ മാസ് അപ്പീൽ കണ്ടിന്യൂ ചെയ്യുന്നതിന്റെ ഒരു പ്രത്യേകത എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജനങ്ങൾക്ക് വേണ്ടുന്ന ടൈപ്പ് തീരുമാനങ്ങൾ ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ അവതരിപ്പിക്കുക എന്ന് പറയുന്നതാണ് ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ഘടകം. നമുക്കറിയാം, അതായത് നമ്മൾ ഈ ശൈലി നോക്കേണ്ടത് ശ്രീ നരേന്ദ്രമോദി മുന്നോട്ട് വെക്കുന്ന ഒരു ശൈലി, ഇപ്പൊ വിജയ് മുന്നോട്ട് വെക്കുന്ന ഒരു ശൈലി, അല്ലെങ്കിൽ AAPയിലെ അരവിന്ദ് കേജ്രിവാൾ മുന്നോട്ട് വെച്ച ഒരു ശൈലി. ഈ ശൈലിയിലെല്ലാം ഒരു പ്രധാനപ്പെട്ട സംഗതി എന്ന് പറയുന്നത് ഇവരെല്ലാം മാസ് അപ്പീലിന്റെ ആൾക്കാരാണ്. അവർ ജനങ്ങളുടെ ആ ഒരു സൈക്കോളജിക്കൽ എഡ്ജിലാണ് ജീവിക്കുന്നത്. അപ്പം ഇവര് ചെയ്യുന്ന, അതായത് പാർട്ടിയുടെ പിന്തുണയൊന്നുമല്ല, അവർക്ക് നാളെ എന്തെങ്കിലും സംഭവിച്ചാൽ അവർ രക്തസാക്ഷികളായി മാറത്തക്ക രീതിയിൽ ജനമനസ്സുകളിൽ രക്തസാക്ഷികളായി, അല്ലെങ്കിൽ നീതിക്ക് വേണ്ടി പൊരുതി വീണ ഒരാൾ എന്ന നിലയ്ക്കുള്ള ഒരു സ്ഥാനം ഉറപ്പിക്കുന്ന രീതിയിലുള്ള ഒരു കൃത്യമായ ഒരു സോഷ്യൽ എഞ്ചിനീയറിംഗ് അവരുടെ ഭാഗത്ത് ഓൾറെഡി ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അദ്ദേഹം മിക്കവാറും അതേ രീതിയിലായിരിക്കും മുന്നോട്ട് പോവുക. പിന്നെ രണ്ടാമത്തെ കേസ്, കോൺഗ്രസില് നിലവിലെ കണ്ടീഷൻ എടുത്ത് നോക്കുകയാണെങ്കിൽ, നിലവിലെ കണ്ടീഷനിൽ ഏത് കാലത്തും കോൺഗ്രസിൽ ആർക്കാണോ പവർ അവർക്കൊപ്പമാണ് കൂടുതൽ ആൾക്കാർ നിൽക്കുക. അപ്പൊ നിലവിലെ ശ്രീ VD സതീശന് MLA-മാരുടെ പിന്തുണ ഇല്ല എന്ന് നമ്മൾ ഇപ്പോൾ പറയുന്നു. പക്ഷെ നമ്മൾ 6 മാസം കഴിഞ്ഞ് നോക്കൂ, അദ്ദേഹത്തിന് ഒരു 60% 70% MLA-മാരുടെ പിന്തുണ അദ്ദേഹത്തിനായിരിക്കും. കാരണം പവർ ഉള്ളിടത്തോട് സ്വാഭാവികമായിട്ടും കോൺഗ്രസിലെ MLA-മാര് ടിൽറ്റ് ചെയ്യാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. ഇനി മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട സംഗതി, ACC പ്രസിഡന്റ് ആയാൽ അവിടെ വേറൊരു വലിയ പവർ സെന്റർ വരില്ലേ? അല്ല, അത് രണ്ടാമത്തെ കേസാണ്. ഞാൻ ഇപ്പോഴും പറയുന്നു, നിലവിൽ ഈ ഒരു തരത്തിൽ പറഞ്ഞാൽ KC വേണുഗോപാലിന്റെ ഒരു പൊളിറ്റിക്കൽ മർഡർ ആണ് നടന്നത്. കാരണം KC വേണുഗോപാലിന് സ്വന്തം നിലയ്ക്ക് ആഗ്രഹമുള്ള ഒരു സ്ഥാനത്തേക്ക് അദ്ദേഹത്തിന്റെ വളരെ 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 ജൂനിയർ സ്ഥാനത്ത് നിൽക്കുന്ന ഒരാൾ കയറി വന്ന് വെട്ടി ആ സ്ഥാനം എടുത്തിരിക്കുകയാണ്. ഇത്രയും MLA-മാരുടെ പിന്തുണ അദ്ദേഹം നേടിയെടുത്തു, ഇത്രയും പാർട്ടി ഫംഗ്ഷണറീസിന്റെ പിന്തുണ നേടിയെടുത്തു, ഉന്നത നേതാക്കളുടെയും MP-മാരുടെയും പിന്തുണയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇതെല്ലാം ഉണ്ടായിട്ടും വളരെ കൃത്യമായിട്ട് ശ്രീ VD സതീശന് അതിനെല്ലാം മറികടന്ന് ഹൈക്കമാൻഡിൽ സമ്മർദ്ദം ചെലുത്തി ഈ സ്ഥാനം നേടിയെടുക്കാൻ കഴിഞ്ഞെങ്കിൽ അതിനർത്ഥം KC വേണുഗോപാലിനെ മറികടക്കുന്ന പൊളിറ്റിക്കൽ പവർ VD സതീശൻ തൽക്കാലം ആർജിച്ചു കഴിഞ്ഞു എന്ന് തന്നെയാണ്. മറ്റ് ഘടകകക്ഷികളുമാണ് നേരത്തെ പറഞ്ഞ ഗണപതി ബുദ്ധി ഉപയോഗിച്ചതാണ് ഇതിന്റെ കാരണം. അതെ, വേണുഗോപാൽ സാർ, ഇതിന്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് കാരണം കൊണ്ടായാലും പവർ ഇപ്പോൾ കേന്ദ്രീകരിക്കുന്നത് ശ്രീ VD സതീശനിലേക്കായിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും എല്ലാ ആൾക്കാരും അങ്ങോട്ട് അടുക്കാനുള്ള ഒരു സാധ്യത കോൺഗ്രസിൽ പൊതുവെ അത്തരം ഒരു സാധ്യതയുണ്ട്. പക്ഷെ ഇതിനകത്ത് ഏറ്റവും വലിയ കുഴപ്പം വരുന്നത് എനിക്ക് തോന്നുന്നത് KC വേണുഗോപാലിന്റെ ഭാഗത്തുനിന്നോ രമേശ് ചെന്നിത്തലയുടെ ഭാഗത്തുനിന്നോ അല്ലായിരിക്കാം. അതിനേക്കാൾ ഉപരി ലീഗിന്റെ സമ്മർദ്ദത്തെ ശ്രീ VD സതീശൻ എങ്ങനെ മറികടക്കും എന്നുള്ളത് വളരെ നമ്മൾ കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നാളെ മുതലുള്ള എല്ലാ നിയമനങ്ങൾ തൊട്ടുള്ള മുഴുവൻ കാര്യങ്ങളിലും ഈ പറഞ്ഞതുപോലെ ആൾക്കാർക്ക്, പ്രത്യേകിച്ചും പ്രതിപക്ഷ പാർട്ടികൾ വളരെ സൂക്ഷ്മദർശിനി വെച്ചിട്ട് ഓരോന്നായിട്ട് പരിശോധിക്കും. അതിനകത്ത് ലീഗിന്റെ സമ്മർദ്ദത്തിന് വഴങ്ങിയാണ് മുഖ്യമന്ത്രി VD സതീശൻ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് എന്നൊരു ആരോപണ ശരങ്ങൾ ഇഷ്ടം പോലെ വരാൻ സാധ്യതയുണ്ട്. അപ്പൊ ഇതിനകത്ത് VD സതീശൻ ഒരു പ്രത്യേക സന്ദർഭത്തിൽ നേരിടാൻ പോകുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത്, താൻ ലീഗിന്റെ ഒരു നോമിനി അല്ല, എനിക്ക് സ്വന്തമായ അഭിപ്രായമുണ്ട്, ഞാൻ സ്വന്തമായി കാര്യങ്ങൾ തീരുമാനിക്കുന്ന ഒരാളാണ്, ഘടകകക്ഷികളുടെ സമ്മർദ്ദത്തിന് വഴങ്ങുന്ന ആളല്ല എന്ന് കാണിക്കാൻ അദ്ദേഹത്തിന് ചില നടപടികൾ എടുക്കേണ്ടി വരും. ഈ നടപടികളെ ലീഗ് നേതൃത്വം എങ്ങനെ കാണുന്നു, അതിനുശേഷം ലീഗും ശ്രീ VD സതീശനും തമ്മിലുള്ള ബന്ധം എങ്ങനെ മുന്നോട്ട് നീങ്ങുന്നു എന്നുള്ളതാണ് അടുത്ത 5 വർഷത്തെ ഭരണത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കടമ്പയായി മാറാൻ പോകുന്നത്. അപ്പൊ അതാണ് ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഇതിനിടയ്ക്ക് ചർച്ച ചെയ്യപ്പെടാതെ പോയൊരു സാധനം, പ്രതിപക്ഷ നേതാവായിട്ട് വീണ്ടും പിണറായി വിജയൻ എത്തുന്നതാണ്. ഒരു തരത്തിൽ പറഞ്ഞാൽ ഒരു വലിയ ഗതികേടാണ് CPM-ൻ്റെത്. കാരണം ഇപ്പോഴും അവർക്ക് പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് പോലും ഒരു ചെറുപ്പക്കാരനെ അല്ലെങ്കിൽ കുറച്ചുകൂടെ യങ്ങറായിട്ടൊരാളിനെ എടുത്ത് കാണിക്കാൻ പറ്റുന്നില്ല. ശ്രീ പിണറായി വിജയൻ PV-യിൽ പോയി പറഞ്ഞു, ഇത് മുഖ്യമന്ത്രിക്കെതിരെയുള്ള ജനവികാരമല്ല, പാർട്ടിയുടെ കയ്യിരിപ്പ് കൊണ്ടാണ് എന്ന്. പാർട്ടി അംഗീകരിക്കുന്നു. സംസ്ഥാന സമിതിയിൽ വന്ന് പറയുന്നത് പാർട്ടിയുടെ കയ്യിലിരിപ്പാണ്, എന്റെ കയ്യിലിരിപ്പല്ല, അത് അവർ അംഗീകരിക്കുന്നു. എന്നിട്ട് അദ്ദേഹത്തെ വീണ്ടും ആ സ്ഥാനത്തേക്ക് കൊണ്ടുവരികയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പിണറായി വിജയന്റെ കൺട്രോളിലാണ് പാർട്ടി ഇപ്പോഴും. അതിനെതിരെ ഒരു ചെറിയ സ്വരം പോലും ഉയരുന്നില്ല. അദ്ദേഹം കൃത്യമായിട്ട് പാർട്ടിയെ അടക്കി ഭരിച്ച് സ്വന്തം കൈപ്പിടിയിൽ ഒതുക്കി വളരെ കൃത്യമായിട്ട് സൂക്ഷിച്ചിരിക്കുന്നു. അതുകൊണ്ട് അദ്ദേഹം ഈ പറഞ്ഞാൽ അദ്ദേഹത്തിന് എന്ന് വരെ തുടരണോ അന്ന് വരെ ഈ സ്ഥാനങ്ങളെല്ലാം തുടരാനുള്ള അനുമതി പാർട്ടിയിൽ നിന്ന് കിട്ടിയിരിക്കുകയാണ്. അത് വളരെ എന്താ പറയുക, ദുഃഖകരമായ ഒരു ഗതികേടാണ്. CPM-ന്റെ ഒരു ഗതികേട് എന്ന് തന്നെ ഇതിനെ പറയാം. പിണറായി വിജയനെ അല്ലാതെ മറ്റൊരാളെ ആശ്രയിക്കാൻ ഈ ഘട്ടത്തിൽ CPM-ന് കഴിയുന്നില്ല എന്നുള്ളത്. ശ്രീ ഷാക്കിർ, താങ്കൾ പോകുന്നതിന് മുൻപ് CB പറഞ്ഞ ഒരു വിമർശനം ഉണ്ടല്ലോ, ഈ ലീഗിന് വഴങ്ങേണ്ടി വരും എന്നുള്ള കാര്യം, അതിനുള്ള മറുപടി, അതിൽ നിന്ന് മോചിതനാവുകയും വേണം സതീശന്. ഇവർ സെറ്റ് ചെയ്യാൻ ശ്രമിക്കുന്ന നരേഷനാണ്.
ചരിത്രത്തിലേക്ക് അല്പം പിറകോട്ട് പോയാൽ ഇപ്പോൾ ഒടുവിൽ വന്നിട്ടുള്ള ഉമ്മൻചാണ്ടി ഗവൺമെൻറ്റിൻ്റെ സമയത്ത് 72 സീറ്റേ UDF-നുള്ളൂ, 20 സീറ്റ് മുസ്ലിം ലീഗിനുണ്ട്. നിങ്ങൾ നോക്കുക, മുസ്ലിം ലീഗ് പിന്നെ എന്താ പറയുക, വിചാരിച്ചാൽ പലതും നടത്താമായിരുന്നു. സമ്മർദ്ദം ആ രീതിയിൽ പ്രയോഗിക്കുകയാണെങ്കിൽ ഒരു കാലത്തും ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സത്യസന്ധമായ രാഷ്ട്രീയ നിരീക്ഷകന്മാർ, ഇവരെ പോലെ ഊഹത്തിൻ്റെ സാങ്കല്പിക കഥകളുടെ അടിസ്ഥാനത്തിൽ ഏതെങ്കിലും ആളുകളെ കുറ്റപ്പെടുത്തുന്ന ടീമല്ല, സത്യസന്ധമായി കേരള രാഷ്ട്രീയം വിലയിരുത്തുന്ന നിഷ്പക്ഷരായിട്ടുള്ള ആളുകൾ പറഞ്ഞിട്ടുണ്ട്, മുസ്ലിം ലീഗ് ഒരു കാലത്തും ഏതെങ്കിലും ആളുകളെ ഭീഷണിപ്പെടുത്തി സമ്മർദ്ദത്തിൻ്റെ ഫലമായി എന്തെങ്കിലും നേടിയെടുത്ത ചരിത്രമുണ്ടോ? നിങ്ങൾ ഒരു ഉദാഹരണം പറയും. ന്യായമായ ഒരു സംഗതിക്ക് പിന്നാലെയും മുസ്ലിം ലീഗ് ഒരാളെയും അഞ്ചാം മന്ത്രിയല്ല 6ാം മന്ത്രി ലഭിച്ചാലും അത് മുസ്ലിം ലീഗിന്റെ അവകാശമാണ്. നിങ്ങൾ മനസ്സിലാക്കുക, 5ാം മന്ത്രി ലീഗിന്റെ ഔദാര്യമാണ്. ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് അവകാശം അല്ല നിങ്ങൾ കേൾക്കി അല്ല നിങ്ങൾ നോക്കി, അത് ഒരു രാഷ്ട്രീയ പാർട്ടി ഒരു മുന്നണിയിൽ പരസ്പര സൗഹൃദത്തോടെ സമ്മതത്തോടു കൂടി എന്താ പറയാ ഏതെങ്കിലുമൊക്കെ ധാരണകൾ ഉണ്ടാക്കുന്നത് നിങ്ങൾ ദുർവ്യാഖ്യാനം ചെയ്യണ്ട. പക്ഷെ മറ്റൊരു കാര്യം സംഭവിച്ചിരിക്കുകയാണ്, ആ ലീഗിന്റെ പിന്തുണ ഞാൻ നിങ്ങളെ ഒരു മിനിറ്റ് മനുഷ്യ 2 തോണിൽ ഒരേ സമയം കാലിടരുത്. ഇവരോട് പറയാണ്, ഒന്ന് നിങ്ങൾ പറയുന്നു മുസ്ലിം ലീഗിന്റെ സമ്മർദ്ദത്തിലാണ് ഈ VD സതീശനെ മുഖ്യമന്ത്രിയാക്കിയത്, അതേ നാവ് കൊണ്ട് തന്നെ നിങ്ങൾ പറയുന്നു മുസ്ലിം ലീഗ് ഇല്ലാതെ ഇവർക്ക് ഭരിക്കാൻ കഴിയുന്നു. നിങ്ങൾ തന്നെ ഒന്ന് തീരുമാനത്തിലെത്ത്. ഞങ്ങൾ ആദ്യമേ പറയാം, അല്ല നിങ്ങൾ ഒന്ന് ഞാൻ പറയട്ടെ, ഒന്ന് കേൾക്ക്, സമയത്ത് ഒന്ന് മുഴുവനാക്കാൻ സമ്മതിക്കും പ്ലീസ്. മുസ്ലിം ലീഗ് മുന്നോട്ട് വെച്ചിട്ടുള്ളത് ജനഹിതമാണ്, കേരളത്തിലെ ആളുകളുടെ താല്പര്യമാണ്. അത് ഞങ്ങൾക്ക് പോലും ആ അഭിപ്രായമുണ്ട് എന്ന് പ്രിയപ്പെട്ട ശ്രീജിത്ത് നേരത്തെ പറഞ്ഞില്ലേ, ആ അഭിപ്രായമാണ് ലീഗ് മുന്നോട്ട് വെച്ചത്. ആ അഭിപ്രായം ശരിയാണെന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കണ്ടെത്തി. അല്ലാണ്ട് മുസ്ലിം ലീഗിന് പ്രത്യേകിച്ച് വല്ല താല്പര്യം ഉണ്ടായിട്ടാണോ? നിങ്ങൾ എന്തിനാണ് ഞങ്ങൾക്ക് KC വേണുഗോപാൽ ആവട്ടെ, VD സതീശൻ ആവട്ടെ, രമേശ് ചെന്നിത്തല, എല്ലാവരും കോൺഗ്രസ് നേതാക്കന്മാർ, എല്ലാവരും വളരെ സൗഹൃദത്തോടും വളരെ സ്നേഹത്തോടും കഴിയുന്ന ആളുകളാണ് മുസ്ലിം ലീഗ് നേതാക്കന്മാർ. പക്ഷേ ഈ സാഹചര്യത്തിൽ ഇപ്പോൾ കേരളത്തിലെ ആളുകൾ മാൻഡേറ്റ് നൽകിയിട്ടുള്ളത് UDF-നാണ്. അത് ഈ 5 വർഷക്കാലം അതിന് നേതൃത്വം നൽകിയ VD സതീശനാണ്. അദ്ദേഹത്തിന് അവസരം കൊടുക്കണമെന്ന് പറയുന്നത് അത് സമ്മർദ്ദമാണ്. ഇനി വരാൻ പോകും, നിങ്ങളോട് തീർത്ത് പറയാം, മുസ്ലിം ലീഗ് ആരുടെയെങ്കിലും അവകാശങ്ങൾ കവർന്നെടുക്കാനോ അന്യായമായി നേടിയെടുക്കാനോ ഒരിക്കലും ശ്രമിക്കുന്ന പ്രശ്നമില്ല, കഴിഞ്ഞ കാലത്തുണ്ടായിട്ടില്ല. എന്നാൽ ന്യായമായ സംഗതികൾ നിങ്ങൾ ഏതെങ്കിലും നരേഷൻ സെറ്റ് ചെയ്ത് വെച്ചാൽ അത് ചോദിക്കാതെ അത് നേടിയെടുക്കാതെ മുസ്ലിം ലീഗ് പിന്നോട്ട് പോകുന്ന പ്രശ്നം ഉണ്ടാവില്ല. അത് നിങ്ങൾ ആദ്യം തന്നെ ചില ആളുകൾ മാധ്യമപ്രവർത്തകരുടെ പിന്തുണയോട് കൂടി ഒരു നരേഷൻ സെറ്റ് ചെയ്യാണ്. VD സതീശൻ എന്ത് ചെയ്താലും അത് മുസ്ലിം ലീഗിന് സമ്മർദ്ദമായി വ്യാഖ്യാനിക്കാൻ നിങ്ങൾ റെഡിയായി നിൽക്കുകയാണ്. തീർത്ത് പറയാം, അങ്ങനെ മഞ്ജുഷേ നിങ്ങൾ തന്നെ പറഞ്ഞു, അല്ല ഇവര് തന്നെ പറഞ്ഞു, നേരത്തെ അദ്ദേഹം തന്നെ പറഞ്ഞു സൂക്ഷ്മമായി ഓരോന്നും. ഞാൻ പറയട്ടെ പ്ലീസ്. നേരത്തെ അദ്ദേഹം തന്നെ പറഞ്ഞു ഓരോന്നും സൂക്ഷ്മമായി നിരീക്ഷിക്കും. ആയിക്കോട്ടെ, സന്തോഷമാണ്. നിങ്ങളൊരു കാര്യം എഴുതി വെച്ചോ, ഈ 10 വർഷക്കാലം പിണറായി വിജയൻ കേരളത്തെ കട്ടുപൊടിച്ച് ദുർഭരണം നടത്തിയതിൻ്റെ പ്രതിഫലനമായി അവർക്ക് നൽകിയിട്ടുള്ള ഷോക്ക് ട്രീറ്റ്മെൻ്റ് ആണ് തളിപ്പറമ്പും പയ്യന്നൂരും അമ്പലപ്പുഴയും ഉൾപ്പെടെയുള്ള സീറ്റുകൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് കോൺഗ്രസിനും മുസ്ലിം ലീഗിനും അല്ല, അതിൻ്റെ ആളുകൾ മാത്രം വോട്ട് ചെയ്തിട്ട് കിട്ടിയതല്ല 102 വോട്ട്. ഇവരെല്ലാവരും ഒരു നല്ല ഭരണം ആഗ്രഹിക്കുന്നു. അപ്പോൾ നമുക്ക് ഈ കേരളത്തെ നല്ല രീതിയിൽ കാലത്തിനനുസരിച്ച് നമ്മുടെ പുതിയ തലമുറക്കൊക്കെ മുന്നോട്ട് പോകാൻ കഴിയുന്ന ഒരു നാടായി, ഒരു വികസന മേഖലയായി നമുക്ക് ഈ കേരളത്തെ മാറ്റിയെടുക്കണം. ആ മാറ്റിയെടുക്കുമ്പോൾ നമ്മളെല്ലാവരും ഒരുമിച്ച് നിൽക്കണം. ഇന്ന് ശ്രീ VD സതീശൻ പറഞ്ഞതും നമ്മളെല്ലാവരെയും ചേർത്ത് പിടിച്ച് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നത്, പ്രതിപക്ഷത്തിന്റെ പിന്തുണ പോലും നമുക്ക് വേണം. എന്നാലേ കേരളത്തെ നമുക്ക് എല്ലാവരും ഇപ്പോഴുള്ള പ്രശ്നം എന്ന് പറയുന്നത് ഇത് മാത്രമേ ഉള്ളൂ. പക്ഷേ കോൺഗ്രസിനുള്ളിൽ മറ്റൊരു പ്രതിപക്ഷ നേതാവുണ്ടോ, പ്രതിപക്ഷ നേതാക്കൾ ഉണ്ടാകുമോ എന്നുള്ള കാര്യമാണ്. കാരണം MLA-മാരുടെ പിന്തുണ ഇല്ലാത്ത ഒരാളാണ് മുഖ്യമന്ത്രിയായി. കഴിഞ്ഞു പോയി കോൺഗ്രസിൽ. ഷാക്കിർ ഒരു കാര്യം പറഞ്ഞോട്ടെ,
വി ഡി സതീശനെ കുറിച്ച് മുഴുവൻ MLA ശ്രീ നിങ്ങൾ വി ഡി കൊടുത്തില്ലേ? സതീശനെ പക്ഷേ കുറിച്ച് ഷാക്കർ ഇപ്പോൾ ഒരു കാര്യം ഇപ്പോൾ പറയും. MLA മാർ നടപടിക്രമത്തിന്റെ ഭാഗമായിട്ട് കൊടുക്കുന്നു. നിങ്ങൾ പറഞ്ഞു, 63 MLA പങ്കെടുത്തു. സണ്ണി ജോസഫ് ഒരു ഒരു പ്രമേയം മിനിറ്റ്, ഒരു അവതരിപ്പിക്കുന്നു, സെക്കൻഡ്. അതിനെ MLA മാർ പിന്തുണയ്ക്കുന്നു. അത് മാത്രമേ ഉള്ളൂ. പക്ഷേ അവരുടെ മനസ്സിലെ പിന്തുണ നേരത്തെ തന്നെ അവർ നിരീക്ഷകരെ അറിയിച്ചിട്ടുണ്ട്. അതാണ് പ്രോസസ്. ഷാക്കർ ഒരു കാര്യം പറഞ്ഞോട്ടെ, ഷാക്കർ ഒരു കാര്യം വിചിത്രമായ പറഞ്ഞോട്ടെ. ശരി. ഈ ചർച്ചയിൽ പറഞ്ഞിരിക്കുന്നതിനപ്പുറത്തേക്ക് ഷാക്കർ ഇതൊന്ന് കേൾക്കൂ. ഈ ചർച്ചയിൽ പറഞ്ഞിരിക്കുന്ന ഒരു സെക്കൻഡ് ഷാക്കർ ഇതൊന്ന് കേൾക്കൂ. അംഗീകരിച്ചിട്ടില്ലേ? ഷാക്കർ ഇതൊന്ന് കേൾക്കൂ. ഈ ചർച്ചയിൽ പറഞ്ഞിരിക്കുന്നതെന്നല്ല, ഒരുപക്ഷെ ശ്രീ ഷാക്കർ ഇതുവരെ നമ്മൾ എന്തെങ്കിലും അഭിപ്രായം പറയുന്ന സമയത്ത് അത് വി ഡി സതീശനെ ആക്രമിക്കുന്നു, മറ്റേയാളെ ആക്രമിക്കുന്നു, കോൺഗ്രസിനെ ആക്രമിക്കുന്നു എന്നൊക്കെ ഷാക്കർ പറയുകയും തെറ്റായിട്ടുള്ള പല പാരലൽസ് കൊണ്ടുവരികയും ചെയ്തു. പക്ഷെ സത്യത്തിൽ ഞാൻ ഉൾപ്പെടെയുള്ള ചാനൽ ചർച്ചകളിൽ വരുന്ന ആൾക്കാരോട് വിളിച്ച് വി ഡി സതീശന്റെ കുറ്റങ്ങൾ പറയുന്നതും അദ്ദേഹത്തിനെ അബ്യൂസ് ചെയ്യുന്നതും മറ്റൊരു ക്യാമ്പിന് അനുകൂലമായിട്ട് സംസാരിക്കണമെന്ന് പറയുന്നതും നിയുക്ത MLA മാരാണ് സാർ. കോൺഗ്രസിന്റെ നിയുക്ത MLA മാരും കോൺഗ്രസിന്റെ വക്താക്കളുമായിട്ടുള്ള ആൾക്കാരാണ്. പേഴ്സണൽ കോൺവെർസേഷൻ ആയതുകൊണ്ട് പേര് പറയുന്നില്ല എന്നുള്ളതേ ഉള്ളൂ. ശ്രീ ഷാക്കർ പറഞ്ഞല്ലോ നമുക്ക് അടുത്ത ദിവസങ്ങളിൽ നേരിട്ട് കാണാമെന്ന്. ആ സമയത്ത് വേണമെങ്കിൽ ഞാൻ പറഞ്ഞു തരാം. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കുക, പടപ്പാളയത്തിലാണ്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള എല്ലാ അപവാദങ്ങളും ഉണ്ടാക്കുന്നതും ഇത്തരത്തിലുള്ള എല്ലാ നറേറ്റീവുകളും സൃഷ്ടിക്കുന്നതും ഇതിൽ മറ്റൊരു പക്ഷത്തിന്റെ ഭാഗമായിരിക്കുന്ന ആൾക്കാരാണ്. അവരെന്നെ മാത്രമല്ല വിളിക്കുന്നത്, നിരവധി ആൾക്കാരെ. കഴിഞ്ഞ ദിവസം ഞാൻ മറ്റൊരു ചാനലിലെ ചർച്ചയിൽ പങ്കെടുത്തപ്പോൾ ഞാൻ ഒന്ന് ഇടപെടുകയാണ്. ഇപ്പോൾ ഗവർണറെ കണ്ടതിന് ശേഷം, ഗവർണറെ കണ്ട് സർക്കാർ രൂപീകരിക്കുവാനുള്ള അവകാശവാദം ഉന്നയിച്ചതിന് ശേഷം നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശൻ ലോക് ഭവനിൽ നിന്ന് മടങ്ങുന്നതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. സർക്കാർ രൂപീകരിക്കുവാൻ ഗവർണറോട് അഭ്യർത്ഥിച്ചു. ഇനി സത്യപ്രതിജ്ഞയ്ക്കുള്ള നടപടിക്രമങ്ങളിലേക്ക് പോവുകയാണ്. തിങ്കളാഴ്ചയാണ് സത്യപ്രതിജ്ഞ നടക്കാൻ പോകുന്നത്. 21-ാം തീയതി നിയമസഭാ സമ്മേളനം വിളിക്കും. അന്നാണ് MLA മാരുടെ സത്യപ്രതിജ്ഞ. UDFന് ചരിത്ര നിമിഷമാണിത്. 10 വർഷങ്ങൾക്ക് ശേഷം UDF അധികാരത്തിലേക്ക് എത്തുകയാണ്. വി ഡി സതീശൻ ഗവർണറെ കണ്ട് സർക്കാർ രൂപീകരിക്കുവാനുള്ള അവകാശവാദം ഉന്നയിച്ചു. ദീപാദാസ് മുൻഷിയും സണ്ണി ജോസഫും അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു. ശ്രീ തുടരാം. അതുകൊണ്ട് എനിക്ക് ശ്രീ ഷാക്കറിനോട് പറയാനുള്ളത്, UDFൽ ഈ ടീം UDF എന്നൊക്കെ ശ്രീ വി ഡി സതീശൻ പറയുമ്പോൾ അത് അങ്ങനെ ഒരു ടീമായിട്ട് കൊഹസീവായിട്ടുള്ള ഒരു യൂണിറ്റ് ആയിട്ട് പ്രവർത്തിക്കുന്നില്ല എന്നുള്ളതിന്റെ ലക്ഷണങ്ങളാണ് നമ്മൾ എല്ലാവരും തന്നെ കണ്ടത്. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും വലിയ രീതിയിലത്തേക്കുള്ള ഒരു അടി ഉണ്ടായത്. അത് തെരുവിലേക്ക് പോയത്, മറ്റുള്ള ആൾക്കാരെ തന്നെ സ്വാധീനിക്കുന്നതിന് വേണ്ടിയിട്ട് ആൾക്കാരൊക്കെ തന്നെ ശ്രമിക്കുന്നത്. അതുകൊണ്ട് ആ കെട്ടുറപ്പ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങളാണ് ശ്രമിക്കേണ്ടത്. അതല്ലാതെ നമ്മളിൽ ഇവിടെ എനിക്ക് തോന്നുന്നു ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന ആൾക്കാരിൽ ബഹുഭൂരിപക്ഷം ആൾക്കാരും ഇതിനു മുമ്പുള്ള ചർച്ചകളിലും പറഞ്ഞിരുന്നത് ഈ തെരഞ്ഞെടുപ്പിനെ നേരിട്ടിരിക്കുന്ന ആൾക്കാരിൽ ഒരാൾ, ജയിച്ചു വന്നിരിക്കുന്ന ആൾക്കാരിൽ ഒരാൾ അവർ മുഖ്യമന്ത്രിയാകണമെന്നാണ്. അല്ലാതെ വി ഡി സതീശനെതിരെ പറഞ്ഞിരിക്കുന്നവരോ രമേശ് ചെന്നിത്തലയ്ക്കെതിരെയോ പറഞ്ഞിട്ടുള്ള ആൾക്കാരില്ല. KC വേണുഗോപാൽ ഇങ്ങനെ ഒരു നൂലിൽ കെട്ടി ഇറങ്ങാനായിട്ട് ഒരു ശ്രമം നടത്തിയപ്പോൾ അതിനെ എതിർത്തിരിക്കുന്ന ആൾക്കാരാണ്. അല്ലാതെ വി ഡി സതീശൻ മോശമാണെന്ന് പറഞ്ഞ ആളോ രമേശ് ചെന്നിത്തല മോശമാണെന്ന് പറഞ്ഞിരിക്കുന്ന ആൾക്കാരോ അല്ല ഇവിടെ ഉള്ളത്. അതുകൊണ്ട് അങ്ങനെ ഒരു നറേറ്റീവ് വെച്ചുകൊണ്ട് ആൾക്കാരെ ഇങ്ങനെ മൊത്തത്തിൽ നിങ്ങൾ ഇപ്പോൾ വന്നിരിക്കുന്ന ആൾക്കാരെ അധിക്ഷേപിക്കാൻ ശ്രമിക്കുന്നു എന്നൊന്നും പറയേണ്ടതില്ല. അസത്യമായിട്ടുള്ള കാര്യങ്ങളോ വാസ്തവമല്ലാത്തതായിട്ടുള്ള കാര്യങ്ങളോ ആരും ഈ ചർച്ചയിൽ പറയുന്നില്ല. നിങ്ങളുടെ നേതാക്കന്മാർ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. പക്ഷേ ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, നിങ്ങളുടെ കൂടെയുള്ള പ്രധാനപ്പെട്ട നേതാക്കന്മാരെ മോശമായി ചിത്രീകരിക്കാനുള്ള ശ്രമം നടത്തിയിരിക്കുന്നത് നിങ്ങളുടെ ആൾക്കാർ തന്നെയാണ്. ഒരൊറ്റ ലളിതമായിട്ടുള്ള കാര്യം ഞാൻ ഷാക്കറിനോട് ചോദിക്കുമ്പോൾ താങ്കൾ വേണമെങ്കിൽ ഇനി തിരിച്ചു പോയതിനു ശേഷം പരിശോധിച്ച് സ്വയം ബോധ്യപ്പെടാം. ഈ കഴിഞ്ഞ 10 ദിവസത്തോളമായിട്ട് കേരളത്തിലുള്ള ഏതാണ്ട് എല്ലാ മാധ്യമ സ്ഥാപനങ്ങളും നടത്തുന്ന ചർച്ചകളിൽ വന്നിരിക്കുന്ന കോൺഗ്രസിനെ പ്രതിനിധീകരിച്ചിരിക്കുന്ന ആൾക്കാരെല്ലാം ഒരൊറ്റ ക്യാമ്പിൽ നിന്നാണ് ഷാക്കർ. അതെന്താ അങ്ങനെ സംഭവിച്ചത്? വേറെ ക്യാമ്പിൽ നിന്ന് പറയാൻ ആളില്ലേ? അപ്പൊ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കണം, ആരാണ് ഇവരെയൊക്കെ അസൈൻ ചെയ്യുന്നത്, എന്ത് താല്പര്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് അസൈൻ ചെയ്യുന്നത്. ഷാക്കർ മറ്റൊരു ചർച്ചയിൽ പങ്കെടുക്കാൻ വേണ്ടി പോയിരിക്കുകയാണ്. ഈ ഗ്രൂപ്പിന്റെ ആളുകൾ, ഈ പക്ഷത്തിന്റെ ആളുകൾ എന്ന് പറയുന്നത് KC പക്ഷത്തിന്റെ ആളുകൾ മാത്രമായിരുന്നു ചാനൽ ചർച്ചകളിൽ പങ്കെടുത്തിരുന്നത്. അത് ശ്രീത്ത് പറഞ്ഞത് വളരെ ശരിയായ കാര്യമാണ്. ഇന്ന് ചില പ്രതികരണങ്ങൾ കൂടി വന്നിട്ടുണ്ട്. ശ്രദ്ധേയമായ പ്രതികരണങ്ങളാണ്. ഒന്ന് KC വേണുഗോപാലിൻ്റെതാണ്. പിന്നെ വേണുഗോപാൽ പക്ഷത്തെ ചില നേതാക്കളുടെ പ്രതികരണം വന്നിട്ടുണ്ട്. വേണുഗോപാലിനെ ഒറ്റതിരിഞ്ഞ് ആക്രമിക്കാൻ ശ്രമിക്കുന്നു എന്നൊക്കെ. ആദ്യം ശ്രീ KC വേണുഗോപാലിന്റെ പ്രതികരണം കേൾക്കാം. ഇതേക്കുറിച്ച് പഴകുളം മധു നിയുക്ത MLA അദ്ദേഹം പ്രതികരിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ പ്രതികരണം.
കെ സി വേണുഗോപാൽ ഈ മത്സരത്തിൽ ഏറ്റവും യോഗ്യനായ നേതാവായിരുന്നു. പക്ഷെ നിർഭാഗ്യവശാൽ കെ സി വേണുഗോപാലിനെ മറ്റേതോ ഒരു ഉപഗ്രഹത്തിൽ നിന്നും വന്ന ആളെന്നുള്ള രീതിയിൽ ചിത്രീകരിക്കാനും അദ്ദേഹത്തെ വളഞ്ഞിട്ട് ആക്രമിക്കാനും വ്യക്തിപരമായി തേജോവധം ചെയ്യാനും ഗൂഢമായ അധാർമികമായ ഒരു നീക്കം കേരളത്തിൽ നടന്നു. 4.5 പതിറ്റാണ്ട് കാലം കേരളത്തിൽ പൊതുരംഗത്ത് സജീവമായ കേരളത്തിന്റെ വികസനത്തിനും പുരോഗതിക്കും വളരെയേറെ സംഭാവനകൾ ചെയ്ത ഏറ്റവും ധീരനായ ഒരു നേതാവിനെ ഏറ്റവും ഹീനമായ മാർഗങ്ങൾ ഉപയോഗിച്ച് ആക്രമിക്കാൻ ശ്രമിച്ചു എന്നുള്ളത് ഈ തരത്തിൽ നമുക്ക് കാണാതെ പോയിക്കൂടാ. അതിനെ പ്രതിരോധിക്കാൻ ബാധ്യത ഉണ്ടായിരുന്ന പാർട്ടി ലീഡർഷിപ്പ് അതിനെ പ്രതിരോധിക്കാത്തത് കൊണ്ടാണ് സാധാരണക്കാരായിട്ടുള്ള പാവങ്ങളായിട്ടുള്ള ജനങ്ങൾ പോലും ആ ഒരു ക്യാമ്പയിനെ ഏറ്റെടുക്കാൻ തയ്യാറായത്. അതായത് തെറ്റിദ്ധരിക്കപ്പെട്ടു. തീർച്ചയായിട്ടും കെ സി വേണുഗോപാൽ എന്ന് വെച്ചാൽ കേരളത്തിലെ കോൺഗ്രസിനെ ഈ CPM-ന്റെ ഏറ്റവും ക്രൂരമായ രാഷ്ട്രീയ വേട്ടയാടൽ നടന്നൊരു കാലത്ത് കേരളത്തിലെ കോൺഗ്രസിനെ തിരികെ കൊണ്ടുവരുന്ന നേതാവാണ് ശ്രീ കെ സി വേണുഗോപാൽ. നന്ദാവനം പോലീസ് ക്യാമ്പിൽ ഉൾപ്പെടെ അദ്ദേഹം ഏറ്റുവാങ്ങിയ ക്രൂരമായ മർദ്ദനങ്ങൾ, അതിലൂടെ KSUവിനെ യൂത്ത് കോൺഗ്രസിനെ കേരളത്തിലേക്ക് തിരികെ കൊണ്ടുവന്ന ഒരു നേതാവാണ് വേണുഗോപാൽ. അദ്ദേഹം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ ശക്തിപ്പെടുത്താൻ ശ്രീ രാഹുൽ ഗാന്ധിക്ക് ഇന്ത്യൻ പാർലമെന്റിനകത്ത് അദ്ദേഹം നടത്തിയ പോരാട്ടം കണ്ടിട്ടില്ലേ? ആ കെ സി വേണുഗോപാലിനെയാണ് ഇവിടെ വളഞ്ഞിട്ട് ആക്രമിച്ചത്. അല്ല, ഇതിന് പിന്നിൽ ഒരു സംഘടിത ഒരു സമ്മർദ്ദ നീക്കം ഉണ്ടെന്ന് കരുതുന്നു. അതിശക്തമായ സംഘടിത നീക്കം ഇതിന് പിന്നിലുണ്ടായിട്ടുണ്ട്. അതിശക്തമായ സംഘടിത നീക്കം കെ സി വേണുഗോപാലിനെ ഫോക്കസ് ചെയ്ത് അദ്ദേഹത്തെ ആക്ഷേപിക്കാൻ വേണ്ടി ഈ സന്തോഷകരമായ സാഹചര്യത്തിൽ ആ വശം കൂടി നമ്മൾ കാണണം. സ്വാഗതം ചെയ്യുകയാണ്, സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. കേരളത്തിലെ ജനങ്ങൾ വളരെ പ്രതീക്ഷയോടെയാണ് വൻ ഭൂരിപക്ഷം നൽകി UDF-നെ അധികാരത്തിലേക്ക് എത്തിച്ചിരിക്കുന്നത്. 102 അംഗ ഭൂരിപക്ഷം എന്ന് പറയുന്നത് സമകാലീന ചരിത്രത്തിൽ ഇല്ലാത്തതായിരുന്നു. അപ്പോൾ ആ ജനങ്ങളുടെ പ്രതീക്ഷകൾക്കനുസരിച്ച് ഒരു സർക്കാർ കേരളത്തിലുണ്ടാകും, UDF-ന്റെ സർക്കാർ. ആ സർക്കാർ നയിക്കുന്ന മുഖ്യമന്ത്രിക്കും ഗവൺമെൻറ്റിനും മുന്നോട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധ പിന്തുണയും വാഗ്ദാനം ചെയ്യുന്നു. മുഖ്യമന്ത്രിയായി പാർട്ടി ഹൈക്കമാൻഡ് ഇതിനെ അങ്ങേയറ്റം ഹൃദയം തുറന്ന് അഭിനന്ദിക്കാൻ ഈ സന്ദർഭം ഞാൻ ആഗ്രഹിക്കുന്നു. അദ്ദേഹത്തിന് എല്ലാവിധ പിന്തുണയും വാഗ്ദാനം ചെയ്യും. അത്തരം കാര്യങ്ങൾക്കൊന്നും ഇനി പ്രസക്തിയില്ല. ഞാൻ നിങ്ങൾ ആദ്യമേ പറയുന്ന ഒരു കാര്യമുണ്ട്. നിങ്ങൾ ഡൽഹിയിലെ പത്രക്കാർ നിങ്ങളിവിടെ വന്ന് ചോദിച്ചപ്പോഴൊക്കെ ഹൈക്കമാൻഡ് തീരുമാനിക്കും. തീരുമാനം എന്തായാലും പാർട്ടി പ്രവർത്തക നിലയിൽ അത് ശിരസാ വഹിക്കും. ഇതാണ് എന്റെ ഇപ്പോഴത്തെ ഹൈക്കമാൻഡ് ഇന്ന് തീരുമാനിച്ചു. തീരുമാനം നടപ്പിലാക്കേണ്ടതിന്റെ ഉത്തരവാദിത്വത്തിന്റെ ഭാഗമായിട്ട് നിൽക്കാനാണ് ഞാൻ. അടിയുറച്ച കോൺഗ്രസ്സുകാരനാണ്. ജീവിതത്തിൽ ഞാൻ പറയാറുണ്ട്, മുമ്പേ പറയാറുണ്ട്, എന്താണ് ഏറ്റവും വലിയ ആഗ്രഹം എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറയാറുണ്ട്, ത്രിവർണ്ണ പതാക പുതപ്പിച്ച് മരിക്കണം എന്നാണ് ആഗ്രഹം. അത് തന്നെ ഇപ്പോഴും ഞാൻ പറയുന്നു. അതിനകത്ത് ഗവൺമെന്റിന് എല്ലാവിധ പിന്തുണയും കൊടുക്കും. അത് മുന്നോട്ട് പോകുന്നതിനുള്ള എല്ലാ സഹായങ്ങളും എൻ്റെ ഭാഗത്തുണ്ടാവും. ഞാൻ പറഞ്ഞു, ഇത് പല സംസ്ഥാനങ്ങളിലും ഇത്തരം തീരുമാനങ്ങൾ പ്രഖ്യാപിക്കുന്ന ആളാണ് ഞാൻ. നിങ്ങൾക്കറിയാലോ, കർണാടകത്തിലായാലും തെലങ്കാനയിലായാലും ഹിമാചലിലായാലും ഇത്തരം തീരുമാനങ്ങൾ പ്രഖ്യാപിക്കുന്നവരാണ്. കേരളമായതുകൊണ്ടാണ് ഞാൻ പ്രഖ്യാപനത്തിൽ മാറിയുന്നത്. അപ്പോൾ ആ പ്രഖ്യാപനത്തെ പൂർണ്ണമായിട്ടും അംഗീകരിക്കുക എന്നുള്ളതാണ് ഒരു കോൺഗ്രസ് പ്രവർത്തക എന്ന നിലയിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്നത്. ഇപ്പോൾ കെ സി വേണുഗോപാലിന് ഹൈക്കമാൻഡിലുള്ള പിടി അയഞ്ഞു എന്നൊന്നും പൂർണ്ണമായിട്ട് പറയാൻ ശ്രീ MS വേണുഗോപാൽ നമുക്ക് കഴിയുകയില്ലല്ലോ. ഇനി മന്ത്രിസഭാ രൂപീകരണം വരുമ്പോൾ അതിലിടപെടാനും കെ സിക്ക് കഴിയും. അടുത്തത് അതായിരിക്കുമല്ലോ സംഭവിക്കാൻ പോകുന്നത്. കെ സി വേണുഗോപാലിൻ്റെ പിടി അയണമെങ്കിലേ കെ സി വേണുഗോപാൽ ഹൈക്കമാൻഡുമായിട്ട് എന്തെങ്കിലും തെറ്റുണ്ടാവണ്ടേ? ഹൈക്കമാൻഡ് പറഞ്ഞിട്ടാണ് കെ സി വേണുഗോപാൽ ഇങ്ങോട്ട് വന്നത്. അത് അന്തർലീനമായ സത്യമാണ്. പിന്നെ ഇവിടെ ലീഗ് ഉൾപ്പെടെയുള്ള ഘടകകക്ഷികളുടെ സമ്മർദ്ദം കൊണ്ട് വയനാട് അമേധ്യയാകുമെന്ന് പറഞ്ഞതുകൊണ്ട് ഒക്കെയുള്ള സിറ്റുവേഷനുകൾ 2029 ഭയന്നാണ് തീർച്ചയായിട്ടും ഹൈക്കമാൻഡ് അവരുടെ തീരുമാനം അന്തിമ തീരുമാനമാക്കി വേറൊന്നാക്കി മാറ്റിയത്. അല്ലെങ്കിൽ കെ സി വേണുഗോപാലിനെ നിർത്താൻ താല്പര്യമില്ലെങ്കിൽ ഹൈക്കമാൻഡിൻ്റെ പ്രതിനിധികളായിട്ട് വന്ന അജയ് മാക്കനും പിന്നെ മുഗൾ വാസനിക്കും പറയാമായിരുന്നല്ലോ, ഇവിടെ നിയമസഭാ കക്ഷിക്കകത്തുള്ള ആരെങ്കിലും നിങ്ങൾ സജസ്റ്റ് ചെയ്യാവൂ, നിങ്ങളല്ലാതെ വെളിയിൽ നിന്നുള്ള ഒരാളെ സജസ്റ്റ് ചെയ്യരുത് എന്നപ്പോഴേ പറഞ്ഞ് ആ പിക്ചർ നിർത്താമായിരുന്നു. അതായത് നമ്മുടെ ഹൈക്കമാൻഡ് പറഞ്ഞിരിക്കുന്നത് MP മാരൊന്നും ഇവിടെ വന്ന്
മന്ത്രിയാവാനോ അല്ലെങ്കിൽ MLA ആവാനോ നോക്കണ്ട എന്നാണ് നമ്മൾ തീരുമാനിച്ചിരിക്കുന്നത്. അതിന് മാറ്റം ഉണ്ടാകുന്നില്ല. ഇപ്പം 63 സീറ്റ് കിട്ടിയെന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് അത്തരത്തിലൊരു മാറ്റത്തിനുള്ള യാതൊരു സാധ്യതയുമില്ല. അതുകൊണ്ട് നിങ്ങൾ ഇതിനകത്തുനിന്ന് ഒരാളെ തിരഞ്ഞെടുക്കുക, അതിന് പൂർണ്ണമായ പിന്തുണ. അല്ലാത്ത പേരുകൾ നിങ്ങൾ പറയണ്ട എന്ന് പറയാമായിരുന്നല്ലോ. അത് പറഞ്ഞില്ല എന്ന് മാത്രമല്ല, അവർ വളരെ ഭംഗിയായിട്ട് 47 പേരുടെ പിന്തുണയുണ്ട് എന്നുള്ളത് ഹൈക്കമാൻഡിനെ അറിയിക്കുകയും ഹൈക്കമാൻഡ് ആ വിധത്തിൽ തീരുമാനിക്കുകയും ചെയ്തു എന്നുള്ളതാണ് സത്യം. അപ്പോൾ ഹൈക്കമാൻഡിൽ അദ്ദേഹത്തിൻ്റെ ശക്തി കുറഞ്ഞിട്ടില്ലെന്ന് മാത്രമല്ല, അദ്ദേഹത്തിന് ഇപ്പോൾ വന്നിരിക്കുന്ന ഒരു നാണക്കേട്, ഇപ്പം പഴകുളം മധുവൊക്കെ പറഞ്ഞ പോലെ ഇവിടെ വലിയ നാണക്കേടാണ് അദ്ദേഹത്തിന് വന്നിരിക്കുന്നത്. ആ നാണക്കേട് മാറ്റിയെടുക്കേണ്ട ബാധ്യത ഹൈക്കമാൻഡിന് വന്നിരിക്കുകയാണ്. അതുകൊണ്ടാണ് AICC പ്രസിഡന്റ് ആയേക്കും എന്ന് പറയുന്ന സാഹചര്യം വന്നിരിക്കുന്നത്. ഒരു കാര്യം അങ്ങനെയൊക്കെ ഇപ്പോൾ ചിന്തിക്കാൻ പറ്റുമോ? തീർച്ചയായിട്ടും അതിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് എന്നാണ് വ്യക്തമാകുന്നത്. ഹൈക്കമാൻഡിന് തീർച്ചയായിട്ടും KC വേണുഗോപാലിനെ തഴഞ്ഞുകൊണ്ടൊരു കാര്യം ചെയ്യാൻ കഴിയില്ല. കാരണം ഈ കഴിഞ്ഞ കാലങ്ങളിൽ ഹൈക്കമാൻഡിന് വേണ്ടി നിന്നുകൊണ്ട്, കോൺഗ്രസ്സിന് വേണ്ടി നിന്നുകൊണ്ട്, സാമ്പത്തികം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ എല്ലാവിധ സപ്പോർട്ടും ചെയ്തുകൊണ്ട് വലങ്കൈയായിട്ട് നിന്നത് അദ്ദേഹമാണ്. അദ്ദേഹത്തിനെ പിണക്കിക്കൊണ്ട് ഹൈക്കമാൻഡിന് പ്രവർത്തിക്കാൻ പറ്റില്ല. അദ്ദേഹം ഒറ്റപ്പെട്ടു പോകുന്നൊരു സാഹചര്യം ഹൈക്കമാൻഡ് ഉണ്ടാക്കുകയില്ല. അതിന് യാതൊരു സംശയമില്ല. ശരി, ശ്രീ സിബി, മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ MLA-മാരുടെ കാര്യമാണല്ലോ. അവർ KC വരുമെന്നുള്ള പ്രതീക്ഷയിൽ അദ്ദേഹത്തെ പിന്തുണയ്ക്കുകയും ചെയ്തു. പുറത്തിറങ്ങി നടക്കാൻ പോലും പറ്റാത്ത ഒരവസ്ഥ പോലും ഉണ്ടായി. ചോദ്യം ചെയ്യുന്ന കാര്യം പോലും പലയിടങ്ങളിലും ഉണ്ടായി. നിങ്ങൾ KCയെയാണോ സപ്പോർട്ട് ചെയ്തത് എന്ന് പരസ്യമായിട്ട് ചോദിക്കുന്ന സതീശൻ അണികൾ ഉണ്ടായി. അപ്പോൾ ഇത് അവരെയും പ്രതിരോധത്തിലാക്കുന്ന ഒരു ഘടകമാണല്ലോ. മഞ്ജുഷ, ഇതിനകത്ത് ഒരു വലിയ പ്രശ്നം എന്ന് പറയുന്നത് പാർട്ടിയിൽ ഒരു നെടുകയൊരു പിളർപ്പ് വന്നിട്ടുണ്ട്. അക്കാര്യത്തിൽ യാതൊരു സംശയമില്ല. പാർട്ടി അണികളിൽ, പാർട്ടിയുടെ റാങ്ക് ആൻഡ് ഫയലിലൊക്കെ. അതായത് ഇപ്പോൾ ഓർഗനൈസേഷൻ അസാധാരണമായ ഒരു സാഹചര്യമാണല്ലോ. ഈ MLA-മാർ എന്ന് പറയുന്നത് സംസ്ഥാന രാഷ്ട്രീയത്തിൽ ഇപ്പോൾ ഇല്ലാത്ത ഒരാൾക്ക് പിന്തുണ നൽകിയിരിക്കുന്ന, അതായത് നിയമസഭയിൽ ഇല്ലാത്ത ഒരാൾക്ക് പിന്തുണ നൽകിയിരിക്കുന്ന നിയമസഭാ അംഗങ്ങളായി മാറിയിരിക്കുകയാണ്. അവർ നാണം കെട്ട് തിരിച്ചു പിന്തുണ കൊടുക്കുന്നത്. നിയമസഭാ കക്ഷി യോഗത്തിൽ ഇന്ന് പിന്തുണ കൊടുത്തതിനെ ആ രീതിയിൽ കാണുകയും വേണ്ടല്ലോ. അതൊരു നടപടിക്രമത്തിന്റെ ഭാഗമായിട്ട് ബാധ്യസ്ഥരാകുന്നു. നേരെ VD പക്ഷത്തേക്ക് ചേർന്നു. ഇല്ല, ഇന്ന് ഹൈക്കമാൻഡിന്റെ തീരുമാനം MLA-മാർ അംഗീകരിക്കാം എന്നാണല്ലോ അവർ നേരത്തെ പാസ്സാക്കിയ പ്രമേയം. അവരംഗീകരിച്ചു. അതിനർത്ഥം അവരുടെ അഭിപ്രായം മാറി എന്നോ അല്ലെങ്കിൽ അവര് പക്ഷം മാറിയെന്നോ അല്ല. പക്ഷേ ഇവിടുത്തെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അധികാരം കൂടുതലുള്ളിടത്തേക്ക് സാധാരണ ഇതിൽ കോൺഗ്രസിന്റെ ഒഴുക്ക് കൂടും. അപ്പൊ KC വേണുഗോപാലിന്റെ ഭാഗത്തേക്ക് ഒഴുക്ക് കൂടിയത് അദ്ദേഹത്തിന്റെ കൈവശം നല്ല അധികാരം ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ നല്ല അസാധാരണമായ അധികാരം ഉണ്ടായിരുന്നു എന്നുള്ളത് കൊണ്ടാണ്. ഇപ്പോ നിലവിലെ സാഹചര്യത്തില് ശ്രീ വേണുഗോപാൽ പറഞ്ഞതുപോലെ അദ്ദേഹത്തിന് ഹൈക്കമാൻഡിന്റെ അനുഗ്രഹാശിസ്സുകൾ ഉണ്ടെങ്കിൽ പോലും ആ അനുഗ്രഹാശിസ്സുകൾ ഉള്ള ഒരാളിനെ പോലും പരിചയപ്പെടുത്താൻ മാസ് അപ്പീലുള്ള അല്ലെങ്കിൽ മാസിന്റെ പിന്തുണ ആർജിക്കുന്ന അല്ലെങ്കിൽ ഒരു എന്താ പറയുന്ന അമ്മാതിരി സോഷ്യൽ മീഡിയ പ്രസൻസ് ഉള്ള ഒരാൾക്ക് സാധിക്കും എന്ന് തെളിയിച്ചിരിക്കുകയാണ്. ഇതിനെ KC വേണുഗോപാലും VD സതീശനും തമ്മിലുള്ള അല്ലെങ്കിൽ രമേശ് ചെന്നിത്തല തമ്മിലുള്ള മത്സരമായിട്ടല്ല കാണുന്നത്. മറിച്ച് ഇന്ത്യൻ ജനാധിപത്യത്തിൽ നാളെ വരാൻ പോകുന്ന, അല്ലെങ്കിൽ കോൺഗ്രസിന്റെ ജനാധിപത്യ ചരിത്രത്തിൽ നാളെ വരാൻ പോകുന്ന ഒരു വലിയ മാറ്റത്തിന്റെ തുടക്കമാണ്. അതായത് MLA-മാർ ഈ ഇലക്ഷൻ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ഇലക്ഷനിയറിംഗ് എന്ന് പറയുന്ന ഒരു അവസ്ഥയിൽ നിന്ന്, MLA-മാരെ സ്വന്തം പക്ഷത്താക്കുന്ന ഒരു അവസ്ഥയിൽ നിന്ന് വളരെ ഡിഫറൻ്റ് ആയിട്ട് സോഷ്യൽ മീഡിയ ആംപ്ലിഫിക്കേഷനിലൂടെ ഒരു വലിയ ജനതയെ കൂടെ നിർത്തിക്കൊണ്ട് ആ ജനതയുടെ നേതാവായിട്ട് മാറി അധികാരം പിടിച്ചെടുക്കാൻ കഴിയും എന്നുള്ളത്. ഇതൊന്നും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ശ്രീമൻ നരേന്ദ്രമോദി ചെയ്തതുപോലെ, അരവിന്ദ് കെജ്രിവാൾ ചെയ്തതുപോലെ, ഇപ്പോൾ വിജയ് ചെയ്തതുപോലെ ഉള്ള ആ ഒരു മാസായിട്ടുള്ള ഒരു അപ്പീലിന്റെ മറ്റൊരു രൂപമാണ് ശ്രീ VD സതീശൻ നടപ്പിലാക്കിയത്. ഞാൻ നേരത്തെ പറയുന്നു, VD സതീശനാണ് കേരളത്തിൽ സോഷ്യൽ മീഡിയ സെൻസിബിലിറ്റി ഉള്ള ഏറ്റവും മികച്ച നേതാവ്. കാരണം അദ്ദേഹത്തിന് സോഷ്യൽ മീഡിയ കൃത്യമായിട്ട് എങ്ങനെ ഉപയോഗിക്കണമെന്നറിയാം. അതുകൊണ്ടാണ് ഞാൻ 2011 മന്ത്രിയാകാതെ മാറ്റി നിർത്തിയ VD സതീശന്റെ വളർച്ച കഴിഞ്ഞ 15 വർഷത്തിനുള്ളിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിട്ട് ഇവിടുത്തെ എല്ലാ മിടുക്കന്മാരെയും മലർത്തിയടിച്ച് അവിടെ എത്തിച്ചേരുക എന്ന് പറയുന്ന ഒരു നിസ്സാരപ്പെട്ട യാത്രയല്ല. മറിച്ച് അത് ഇതിന്റെ സാധ്യതകൾ ഏറ്റവും കൂടുതൽ, ഈ ടെക്നോളജിയുടെയും സോഷ്യൽ മീഡിയയുടെയും സാധ്യതകൾ ഏറ്റവും കൂടുതൽ ഉപയോഗപ്പെടുത്തി ഇവിടെ വന്ന നേതാവാണ്. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ പോലെ ഇനി വരാനിരിക്കുന്ന യുവ നേതാക്കന്മാർക്ക് ഇക്കാര്യത്തിൽ ഒരു പാഠപുസ്തകം കൂടിയാണ്. ഇതുവരെയുള്ള മുഴുവൻ സംഭവങ്ങളും. ശ്രീ MS വേണുഗോപാൽ, ഷാക്കിർ ഈ ചർച്ചയിൽ പങ്കെടുത്തതിന് നേരത്തെ ചർച്ചയിലുണ്ടായിരുന്ന ഡോക്ടർ GV ഹരി. ഇന്നത്തെ ചോദ്യം ഇതായിരുന്നു: VD സതീശനെ മുഖ്യമന്ത്രിയാക്കിയ ഹൈക്കമാൻഡ് തീരുമാനം ഉചിതമോ? അതേ എന്ന് 89% പ്രേക്ഷകരും, അല്ല എന്ന് 8% മാത്രം. വേണ്ടിപ്പറ്റ് അവസാനിക്കുന്നു. നന്ദി.